അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഫെബ്രുവരി മാസം 16-ാം തീയതി തിങ്കളാഴ്ച, അതുപോലെ എല്ലാ ആഴ്ചയിലും തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസം നടക്കുന്ന വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 65-ാമത്തെ ക്ലാസ്സിലേക്കാണ് കർത്തൃനാമത്തിൽ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നത്. ഇന്ന് രാത്രിയിൽ നാം തുടർമാനമായി ചിന്തിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം തുടർന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 6-ാമത്തെ കാഹളത്തിനും 7-ാമത്തെ കാഹളത്തിനും ഇടയിലുള്ള അല്പസമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങളെയുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ബലവാനായ ഒരു ദൂതൻ ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന അവൻ്റെ കയ്യിൽ ഒരു ചെറുപുസ്തകം, ചെറുപുസ്തകം ഉണ്ടായിരുന്നു. തുറന്നൊരു ചെറുപുസ്തകം എന്നുള്ളത് അത് പിതാവാം ദൈവത്തിൻ്റെ വലങ്കയിലിരുന്ന 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകമായിരുന്നു. അത് ആർക്കും തുറക്കുവാനോ അതിൽ മുദ്ര പൊട്ടിപ്പാനോ തുറപ്പാനോ ആർക്കും കഴിയാതിരുന്നപ്പോൾ കുഞ്ഞാടാകുന്ന കർത്താവായ യേശു ക്രിസ്തു ആ പുസ്തകത്തിൻ്റെ 7 മുദ്രയും പൊട്ടിക്കുവാനും തുറക്കുവാനും യോഗ്യനായി കാണുകയും 7 മുദ്രകൾ അത് പൊട്ടിച്ച ശേഷമായി 6 കാഹളങ്ങളുടെ ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെ പൂർത്തീകരിച്ച ശേഷമായി 7-ാമത്തെ കാഹളം മുതലുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ചെറുപുസ്തകത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ആത്മവിശുദ്ധനായി സ്വർഗത്തിൻ്റെ ഉന്നതികളിൽ അവനായിരുന്നപ്പോൾ സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് അവനോട് ഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവം കൽപ്പിക്കുകയും ആ പുസ്തകം വാങ്ങി തിന്നുവാൻ വേണ്ടി ദൈവന് ആഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് പിന്നീട് യോഹന്നാൻ ആത്മവിശുദ്ധയിൽ കാണുന്നത് ഭൗമിക മണ്ഡലത്തിൽ വന്നുകൊണ്ടാണ് ആ പുസ്തകം തിന്നതിന് ശേഷമാകുന്നു എന്നാണ് 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള ഒന്ന് 7-ാമത്തെ മുദ്രയും 7 ഇടിനാദവുമാകുന്നു. 7 ഇടിനാദം എന്നുള്ളത് അത് സങ്കീർണമായിരിക്കുന്ന മർമ്മങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭം മുതൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ലോകാരംഭം മുതൽ അരുളി ചെയ്തിരിക്കുന്നതുവ സകല കാര്യങ്ങളും നിവൃത്തിയാകുവാനുള്ള എല്ലാ കാര്യങ്ങളുമാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടി 7-ാമത്തെ കാഹളം പോകുന്നതോടുകൂടി നിലവിൽ വരുവാൻ പോകുന്നത്. അതേക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5-ഉം 6-ഉം കാഹളങ്ങൾ അത് ദൈവത്തിൻ്റെ കോപം ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്നതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു. 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്ത് അഗാധകൂപം തുറക്കുന്നത് ദൈവദൂതനാണ്. അതിൽ നിന്ന് പുറപ്പെടുന്ന വിശേഷ ജീവികൾ അത് ദൈവത്തിന് മുദ്രയില്ലാത്തവരെയാണ് അവരെ കുത്തി ദ്രോഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ് അവര് ഏറ്റെടുത്ത് നടത്തുന്നത്. ഒരിക്കലും പൈശാചിക ദൂതൻ്റെ അല്ല ഇത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും മേലും വരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. ദൈവം തൻ്റെ ദൂതന്മാരോടും തൻ്റെ സൃഷ്ടികളോടുമാണ് കൽപ്പിക്കുന്നത്. ഒരിക്കലും പൈശാചിക ശക്തിയോട് ദൈവം കൽപ്പിക്കത്തില്ല. ദൈവത്തിൻ്റെ കൽപ്പനയെ അല്ല അവർ അനുസരിക്കുന്നത്. അപ്പോൾ ഈ അഗാധകൂപം എന്നുള്ളത് കൊണ്ട് ഒരിക്കലും പൈശാചികന് കീഴിലുള്ളതല്ല. അധോലോകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികൾ ഭൂമിക്ക് കീഴിലുണ്ട്. അതുകൊണ്ടാണ് ഭൂമിക്ക് കീഴിലുള്ള സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളെല്ലാം ദൈവത്തിൻ്റെതാണ്. പാതാളവും നരകവുമാണ് ദൈവത്തെ സ്തുതിക്കാത്തത്. അത് മൗനതയിലാണ്. ദൈവത്തെ സ്തുതിക്കാത്ത 2 സ്ഥലങ്ങൾ പാതാളവും നരകവുമാകുന്നു. ബാക്കിയുള്ള സമുദ്രം, ഭൂമിക്ക് കീഴിലുള്ള സ്ഥലങ്ങൾ, അഗാധകവും ഇവിടെയൊക്കെയുള്ള സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളാകുന്നു. എന്നാൽ അഗാധകവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. പാതാളത്തിനും നരകത്തിനും ഇടയിലുള്ള ഭാഗമാണ് അഗാധം. അതാണ് സാത്താൻ ഇരിപ്പിടം. അവിടേക്കാണ് അവനെ 1000 ആണ്ട് ചങ്ങലക്കിട്ട് പൂട്ടുന്നത്. ഒക്കെ ഞാൻ വളരെ വ്യക്തമായി ക്ലാസ് എടുത്ത സമയത്ത് പഠിപ്പിച്ചതാണ്. അഗാധവും അഗാധകൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിനെ ഞാൻ നേരത്തെ എടുത്ത ക്ലാസ് ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. കാരണം ഇതൊക്കെ പഠിപ്പിച്ചു പോകുന്ന പല കാര്യങ്ങളും അതിന് വ്യത്യസ്തമായിട്ടുള്ള കേൾവി ഉണ്ടാകുമ്പോൾ ചിലർക്ക് അത് വിട്ടുകളയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ തിരസ്കരിച്ച് കളയുക, അത്രയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് ആരെയും അടിച്ചേൽപ്പിക്കാനോ നിർബന്ധിപ്പിക്കാനോ ഒന്നുമുള്ള
ഒരു കാര്യവുമില്ല. മറ്റുള്ള പഠിപ്പിക്കുക തെറ്റാണെന്നോ ചിന്തിക്കരുതെന്നോ പഠിക്കരുതെന്നോ ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾക്ക് ഏതാണോ വിശകലനം ചെയ്തിട്ട് നല്ലതെന്നുള്ളത് തോന്നുന്നത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യം എൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്നു. അതിനെ ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് ശ്രോതാക്കളായ ഏവർക്കും ഉള്ള സാവകാശം ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം എനിക്കെന്ന കാഴ്ചപ്പാടനുസരിച്ച് അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവികൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരാണെന്നും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഗണത്തിൽപ്പെടുന്നവരായതുകൊണ്ടാണ് ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് മാത്രം അത് ദ്രോഹം ചെയ്യുന്നത് എന്നുള്ളതും നമുക്കത് ചിന്തിച്ചു. പണ്ട് 6ാമത്തെ ദൂതന് ഊതുന്ന സമയത്ത് 2ാമത്തെ കഷ്ടമാണ്. മനുഷ്യരിൽ 1/3 കൊന്നുകളയുന്നതും ദൈവത്തിന്റെ ദൂതഗണങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കാരണം അന്ന് 4 ദൂതന്മാരെ ബന്ധിച്ചിരിക്കുന്നതിനെ കുറിച്ച് നാം അവിടെ വെച്ചിരിക്കുന്ന മനസ്സിലാക്കിയത് അവർ പാപം ചെയ്തിട്ട് വരെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന ദൂതന്മാരല്ല. അങ്ങനെ ദൂതന്മാരെ ബന്ധിച്ച് ഭൂമി വെച്ചിട്ടില്ല, അവരെ ഒരിക്കലും ബന്ധിച്ചിട്ടില്ല. ഇപ്പം സാത്താനെ എൻ്റെ ദൂതന്മാരായിട്ട് ഇരുന്നവരെ, ഇപ്പം പുരാതന ലോകത്തിലുള്ളവരെ മുഴുവനും ആ ജലപ്രളയത്തിന് മുമ്പായിട്ട് ദൈവം അന്ധതമസിന് ചങ്ങലക്കിട്ടു. അവരിൽ ഒരൊറ്റ വ്യക്തി പോലും വെളി വരത്തില്ല. അതിനുശേഷം പാപം ചെയ്യുന്ന ദൂതന്മാർ, അഥവാ ഇപ്പോഴത്തെ ലോകത്തിൽ പാപം ചെയ്യുന്ന ദൂതന്മാർ സാത്താന്റെ സൈന്യമായിട്ട്, ആകാശത്തിന്റെ സൈന്യമായിട്ട് നിൽക്കുകയാണ്. അതിനെ ദൈവം ബന്ധിച്ചിട്ടില്ല. അവര് സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞാൽ സാത്താന്റെ അധീനതയിലുള്ള ദൂതന്മാരാണ്. അവർ ആകാശമണ്ഡലത്തിലെ ശക്തിയാണ്, ആകാശത്തിന്റെ സേന, ആകാശത്തിലെ അനുസരണക്കേണ്ട ശക്തികളാണ്. അവരെ ദൈവം ബന്ധിച്ചു വെച്ചിട്ടില്ല. എന്നാൽ ഭൂമിയിൽ ഇവിടെ ലൂപ്പർത്തോസ് എന്ന നദീതീരത്ത് ബന്ധിച്ചിരിക്കുക എന്നതിന്റെ അർത്ഥം, ബന്ധനം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതെല്ലാം പൈശാചികമാണ്, ചിന്തിക്കരുത്. ഇവിടെ ബന്ധിക്കുക എന്നതിന്റെ അർത്ഥം അവരെ നിഷ്ക്രിയരാക്കി വെച്ചിരിക്കുന്നത്. അത് ആരാകുന്നു എന്നുള്ളതും ഞാനത് പറഞ്ഞിരുന്നു. കാരണം പുരാതന ലോകത്തിൽ വെള്ളപ്പൊക്കത്താൽ ഭൂമി നശിക്കുന്ന സമയത്ത് ഏദൻ തോട്ടം ഉൾപ്പെടെയുള്ള സകലതും ഭൂമിക്കടിയിലേക്ക് പോയി, അത് താഴേക്ക് പോയി എന്നുള്ളത് വ്യക്തമാണ്. ആ സമയത്ത് അതിൻ്റെ അവിടേക്ക് ജീവവൃക്ഷത്തിലേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി കിഴക്ക് ദൈവം ദൂതന്മാരെ വാളിന്റെ ജാലയുമായി നിർത്തിയിരുന്നു. അവരെ നിഷ്ക്രിയരാക്കി. അവർക്ക് അവരുടെ ദൗത്യം അതുവരെയുള്ള തീർന്നു. എന്നാൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സമയം വരെയും അവരെ അവിടെ നിഷ്ക്രിയരാക്കി നിർത്തിയിരിക്കുന്നതിനെ കുറിച്ചാണ് ബന്ധിച്ചിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അവരെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നത് ഈ 6ാമത്തെ ദൂതൻ കാഹളനാദൂതുന്ന സമയത്ത് അവരുടെ കീഴിലുള്ളതാണ് കുതിരപ്പടയ്ക്ക് തുല്യമായ 20 കോടിയിലുള്ള ദൂതഗണങ്ങൾ. അവർ പുറപ്പെട്ട് അവിടെ വായിൽ നിന്ന് പുറപ്പെട്ട തീ, പുക, ഗന്ധകം എന്നിവയാലാണ് മനുഷ്യരിൽ 1/3 കൊന്നുകളയുന്നത്. ഇത് സാത്താന്റെ ശക്തിയല്ല, സാത്താന്റെ ദൂതന്മാരല്ല. സാത്താൻ അങ്ങനെയുള്ള ദൂതന്മാരെ ഒരിക്കലും ഭൂമിയിൽ വിന്യസിപ്പിക്കാൻ കഴിയത്തില്ല. അത് അവന് ചതിവിലൂടെയും വഞ്ചനയിലൂടെയും ചെയ്യാനുള്ള കാര്യങ്ങളെ ചെയ്യത്തില്ല. ഇതുപോലെ ദൈവം അയക്കുന്നത് പോലെ ദൂതഗണങ്ങളെ അയക്കുവാനുള്ള കഴിവോ പ്രാപ്തിയോ സാത്താൻ ഇല്ല. അവന്റെ കീഴിലല്ല അവന്റെ ദൂതന്മാർ. അവൻ കാട്ടിലെ മൃഗങ്ങളോ ഒന്നും സാത്താൻ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെയും ഈ ദൂതഗണങ്ങൾ 20 കോടി ദൂതഗണങ്ങൾ പുറപ്പെടുന്നത് ദൈവത്തിന്റെ ആജ്ഞയിലാണ്, ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ 4 ദൂതന്മാരെയും റിലീസ് ചെയ്യുക, അവരെ ബന്ധിച്ചിരിക്കുന്ന അഴിച്ചുവിടുക എന്നതിന്റെ അർത്ഥം അവരെ അവിടെ നിഷ്ക്രിയമായി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ പ്രവർത്തന സജ്ജമാക്കിയിട്ട് ആ സമയത്ത് മനുഷ്യരിൽ 1/3 കൊന്നുകളയുവാൻ വേണ്ടി 20 കോടിയിലുള്ള കുതിരപ്പടയെ പ്രവർത്തന സജ്ജമാക്കി ആരെ എങ്ങനെ കൊല്ലണം കൃത്യമായ എണ്ണത്തിൽ കൊന്നുകളയുവാൻ. അത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാണ് കൊന്നുകളയുന്നത്. 1/3 കൊല്ലുന്നതിന് 1/3 കൃത്യമായി കൊന്നുകളയും. 3000 പേരുണ്ടെങ്കിൽ 1000 പേര് മരിച്ചിരിക്കും. 3 കോടി ഉണ്ടെങ്കിൽ 1 കോടി മരിച്ചിരിക്കും. 1/3 എന്ന് പറഞ്ഞാൽ 3, അത് 1 കോടി ഒന്നാകത്തില്ല, 1 കോടിയിൽ 1 കുറയത്തുമില്ല. അത് ദൈവത്തിന്റെ കൽപ്പന അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും ദൈവത്തിന്റെ ദൂതഗണങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ഇവരൊക്കെ ഈ പറയുന്ന 5ാം മുദ്രയും 6ാം മുദ്രയും ഒക്കെ സാത്താന്റെ അതിരിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിന് സാത്താന്റെ ആയുധങ്ങളോ സാത്താന്റെ ദൂതന്മാരെയോ ആവശ്യമില്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. അത് കർത്താവിന്റെ ആജ്ഞയാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. പിന്നെ 7ാമത്തെ മുദ്രയിലേക്ക് വരുമ്പോൾ 7ാമത്തെ മുദ്ര 3ാമത്തെ കാഹളമാണ്. 7ാമത്തെ കാഹളം 3ാമത്തെ കഷ്ടമാണ്. എന്നാൽ 3ാമത്തെ കഷ്ടം അത് തുടങ്ങുന്നത് അതിന് മുമ്പായി ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് 11ാം അധ്യായം, അതിൻ്റെ 12ാം അധ്യായം, 13ാം അധ്യായം, 14ാം അധ്യായം, അത് കഴിഞ്ഞ ശേഷം 15ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം, പിന്നീട് 3 മുതലുള്ള വാക്യങ്ങൾ 16ാം അധ്യായം വരെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഭാഗങ്ങളൊക്കെ മറ്റുള്ള ചില വിഷയങ്ങളുടെ ബന്ധത്തിലാണ്. നമ്മൾ അതേക്കുറിച്ച് 11ാം അധ്യായത്തിൻ്റെ 1 മുതൽ
അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വചനം പഠിച്ചിരുന്നു. 2 സാക്ഷിയുടെ ശുശ്രൂഷയും പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കഷ്ണം കഴിഞ്ഞ് മൂന്നാമത്തെ കഷ്ണം വേഗം വരുന്നു. പിന്നീടുള്ള 11-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 7-ാമത്തേതിൽ ഊതിയപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യം അവിടെ ഊതി എന്ന് പറഞ്ഞ ശേഷമായി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 18 വരെയുള്ള വാക്യം പറഞ്ഞിരിക്കുന്നത് 7 ഇടിനാദത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 മർമ്മങ്ങളാകുന്നു, 7 ദിവസങ്ങളാകുന്നു. അത് അതിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കും. എന്നാൽ അതിനു മുമ്പായി മൂന്നാമത്തെ കഷ്ടം, വേഗം വരുന്ന കഷ്ടം ഏതാകുന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് തുടർന്ന് ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത്. അത് എന്തുകൊണ്ട് 7-ാം ദൂതൻ ഊതിയപ്പോൾ എന്ന് പറഞ്ഞ് ലോകരാജ്യത്തും ക്രിസ്തുവിനും അവൻ്റെ ആയിത്തീർന്നിരിക്കുന്നു പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇത് സങ്കീർണമായിട്ട് 7 ഇടിനാദത്ത് മറിയിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വെളിപ്പാട് എഴുതിക്കുന്ന എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് ഇതാണ് മൂന്നാമത്തെ കഷ്ടം എന്ന് പഠിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം അതല്ല മൂന്നാമത്തെ കഷ്ടം. ഇപ്പോൾ 14-ാം വാക്യത്തിൽ പറയുന്ന രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു, മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ട് 7-ാമത്തെ ഊതിയപ്പോൾ അത് വരുന്ന കാര്യങ്ങളെല്ലാം അവിടെ കഷ്ടമൊന്നും എഴുതി വെച്ചിട്ടില്ല. അവിടെ ഞാൻ വായിച്ചിട്ട് അതിനകത്ത് കഷ്ടമൊന്നും കാണത്തില്ല. കർത്താവിനെ രാജ്യമായിട്ടെടുക്കുന്നതിനെ കുറിച്ചൊക്കെയല്ല വായിക്കുന്നത്. എന്നാൽ അത് എന്താകുന്നു എന്നുള്ളത് 7 ഇടിനാദത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പായി നാം ചിന്തിക്കുന്നത് മൂന്നാമത്തെ കഷ്ടം എന്താകുന്നു എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇനിയും എന്തുകൊണ്ടാണ് ഈ 11-ാം അധ്യായത്തിന്റെ ഈ ഭാഗം 10-ാം അധ്യായം കഴിഞ്ഞ ഉടൻ തന്നെ മറ്റുള്ള ഭാഗത്തിലേക്ക് പോകുന്നത്? 12-ാം അധ്യായം നമ്മൾ ഓൾറെഡി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. മധ്യാകാശ പ്രതിഷ്ഠയോട് ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. സാത്താനിക യുഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ 13 വാക്യങ്ങൾ ചിന്തിച്ചു. 13-ാം അധ്യായം നമ്മൾ എതിർക്രിസ്തുവുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് കള്ളപ്രവാദ ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച വിഷയങ്ങളാണ്. 14-ാം അധ്യായം ഒന്നാമത്തെ പുനരുത്ഥാനത്തെ ബന്ധത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് നമ്മൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് 7 ബാധയുള്ള 7 ദൂതന്മാരെ ദൈവക്രോധം തീരുന്നതോട് ബന്ധത്തിൽ കാണുന്നത്. അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളികളാകുന്ന അവരെ കുറിച്ചുള്ള ഭാഗമാണ്. അത് അതിനോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നു, അതിപ്പോൾ പഠിപ്പിക്കാത്തത്. അപ്പോൾ ഇതിനെല്ലാം ഓരോന്നിനും ഓരോ സന്ദർഭത്തോടുള്ള ബന്ധത്തിലാണ് കിടക്കുന്നത്. അല്ലാതെ വായിച്ചു പോകുമ്പോൾ എല്ലാം വായിച്ചിട്ട് അങ്ങനെ അതിനോട് ഒരു ബന്ധമില്ലാതെ കുറെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. എന്താണ് ഓരോ കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിനോട് ബന്ധപ്പെട്ട് പഠിക്കും. ഇപ്പം ഈ 7-ാമത്തെ കാകളം ഊതുന്ന സമയത്ത് നടക്കുന്ന സംഭവം മൂന്നാമത്തെ കഷ്ടമാകുന്നു. അപ്പൊ അത് 7 ക്രോധകലശമാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ 7 ക്രോധകലശങ്ങളെ കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷമേ ബാക്കിയുള്ള ഭാഗം എടുത്ത് പഠിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വെളിപ്പാട് പഠനത്തിൽ അധ്യായ വാക്യ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് വ്യക്തത ലഭിക്കുന്നത്. 7 മുദ്ര, 7 കാകളം, 7 കലശം. അപ്പം 7 കലശം എന്നുള്ളത് 7-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്തുണ്ടാകുന്ന മൂന്നാമത്തെ കഷ്ടമാകുന്നു. മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് ആരെങ്കിലും ബൈബിൾ വായിച്ചിട്ട് കണ്ടുപിടിച്ചോ? വായിച്ചു ആരെങ്കിലും നോക്കിയായിരുന്നോ? എവിടെയാണെന്ന് അന്വേഷിച്ച് വായിച്ചോ? വെളിപ്പാട് വായിച്ചിട്ട് ഈ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 11-ാം അധ്യായം 2-ാമത്തെ കഷ്ടം കഴിഞ്ഞ് മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. 9-ാം അധ്യായം 12 കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. 9-ന്റെ 12. 11-ാം അധ്യായം 14-ാം വാക്യം 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു എന്ന് പറഞ്ഞ പോലെ മൂന്നാമത്തെ കഷ്ടം കഴിഞ്ഞു. എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ എഴുതാത്തത്? അത് ദൈവാത്മാവിൽ മനസ്സിലാക്കി. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചിട്ട് കണ്ടുപിടിച്ച് എവിടെയെങ്കിലും ഇത് 1-ാമത്തെ കഷ്ടം കഴിഞ്ഞു വേറെ വരുന്നു എന്ന് പറഞ്ഞ രീതിയിൽ എഴുതിയിട്ടില്ല. 3-ാമത്തെ കഷ്ടം കഴിഞ്ഞാൽ പിന്നെ കഷ്ടമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തണ്ടേ? രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് വായിച്ചു നോക്കിയോ? എവിടെയെങ്കിലും കണ്ടുപിടിച്ചാരെങ്കിലും 3-ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് രേഖപ്പെടുത്തി എവിടെയെങ്കിലും? ഞാൻ വായിച്ചിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും വായിച്ച് കണ്ടുപിടിക്കാമെങ്കിൽ ഞാൻ തിരുത്താം. ഒന്ന് വായിച്ചു നോക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കണം. പക്ഷെ അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും 16-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് തന്റെ കലശം ആകാശത്ത് ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയ സിംഹാസനം വന്നു, മിന്നലുന്നാഥ ഇടി മുഴക്കും. അപ്പോൾ 7-ാമത്തെ കലശം ഒഴിച്ചപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് 3 കഷ്ടങ്ങളും തീർന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കോപം അത് ക്രോധം മുഴുവനും ഭൂമിയിൽ ചൊരിയപ്പെട്ടു എന്ന് പറയുമ്പോൾ 3-ാമത്തെ കഷ്ടം തീർന്നു എന്നുള്ളതും മനസ്സിലാക്കിയപ്പോൾ 3-ാമത്തെ കഷ്ടം കഴിഞ്ഞു എന്ന് പറയുന്ന പകരമായി സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞ് ആ ഭാഗം പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് 7 ക്രോധകലശങ്ങളാണ് 7 കാകളത്തിന് 7-ാമത്തെ കാകളനാഥത്തിൽ സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ അകത്ത് വ്യക്തത ഉണ്ടല്ലോ. 7 മുദ്ര കഴിഞ്ഞിട്ട് 7 കാകളം,
7 കാകളത്തിന് 5-ാം കാകളം, 6-ാം കാകളം 2 കഷ്ടങ്ങളാണ്. 3 കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 3-ാമത്തെ കഷ്ടം കഴിഞ്ഞുവെന്ന് അതിനുശേഷം ഒരിടത്തും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 16-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് സംഭവിച്ചു തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി ദൈവത്തിന്റെ ക്രോധം മുഴുവനും തീരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3-ാമത്തെ കഷ്ടം 7 ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതോട് ബന്ധത്തിലാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ടാണ് 7 മുദ്ര, 7 കാകളം, 7 കലശം എന്നുള്ള രീതിയിൽ നാം ചിന്തിക്കുന്നത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ എവിടെയാണ് കലശങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ഭാഗങ്ങളെ മാത്രം എടുത്തായിരിക്കും നമ്മൾ ഈ 3-ാമത്തെ കഷ്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ 7-ാമത്തെ ദൂതൻ 7-ാമത്തെ കാകളം ഊതുന്ന സമയത്ത് 3-ാമത്തെ കഷ്ടം ആണ് ആദ്യം സംഭവിക്കുന്നത്. അതുകൊണ്ട് എവിടെയാണ് 7-ാമത്തെ ഈ പറയുന്ന 7 കലശങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം മാത്രമായിരിക്കും എടുത്ത് ഈ ടോപ്പിക്കിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ വാക്യക്രമീകരണം നടത്തിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പൊ 3-ാമത്തെ കഷ്ടം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള 3-ാമത്തെ കഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയെടുത്തു, ആത്മാവിൽ വേദിച്ചെടുത്തു, അതിനെ വ്യാഖ്യാനിച്ചെടുത്തു, അത് മനസ്സിലാക്കിയെടുത്തു, ദൈവാത്മാവ് വെളിപ്പെടുത്തി തന്നു. അത് 7 ക്രോധകലശങ്ങളാണെന്ന് മനസ്സിലാക്കി കിട്ടിയതുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈ തുറന്നിരിക്കുന്ന പുസ്തകം, തുറന്ന ഒരു പുസ്തകം, അത് യോഹന്നാൻ സ്വർഗീയ മണ്ഡലത്തിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞത് നീ ഇവിടെ എഴുതണ്ട, നീ ഭൂമിയിലേക്ക് പോകുക, സ്വർഗദർശനത്തിന്റെ സമയം കഴിഞ്ഞു. ആത്മമണ്ഡലം സ്വർഗീയ മണ്ഡലത്തിൽ നിന്ന് ഭൗമമണ്ഡലത്തിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് പിതാവാം ദൈവത്തിന്റെ, അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല അവിടെ, പിതാവാം ദൈവത്തിന്റെ ഇരിക്കുന്ന പുസ്തകമാണെന്ന്. അത് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുക. ദൂതൻ തുറന്നൊരു പുസ്തകമായിട്ട് വന്നു. തുറന്നൊരു ചെറു പുസ്തകം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. സ്വർഗാസ്വർഗത്തിന്റെ ബലവാനായ ദൂതന്റെ കൈവശം തുറന്നൊരു പുസ്തകം എന്നുള്ളത് വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നത് അത് തുറക്കാനുണ്ടായിരുന്ന പുസ്തകം 7 മുദ്ര മുദ്രയിടുന്ന പുസ്തകമായിരുന്നു. അത് പിതാവാം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഈ 7 മുദ്രകളും പൊട്ടിക്കുകയും 6 കാകളം വഴി ഊതുകയും ചെയ്യുമ്പോൾ 7-ാമത്തെ കാകളത്തോടുള്ള ബന്ധത്തിൽ ഈ പുസ്തകമായിട്ട് ദൂതൻ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയും അവൻ സമുദ്രത്തിലും ഭൂമിമേലും കാലുവെച്ച് നിന്നുകൊണ്ട് ചില കാര്യങ്ങളോട് പ്രസ്താവിക്കുന്നുണ്ട്. ഈ കാലത്ത് ഈ 7 ഇടുനാദം മുഴക്കുന്ന സമയത്ത് അത് എഴുതാതെ മുദ്രയുടെ സ്വർഗം പറയുകയും അവനോട്, യോഹന്നാനോട്, നീ ഭൂമിയിലേക്കും കടന്നുപോയി ഇനി നീ പ്രവചിക്കേണ്ടത്, ഇനി നീ എഴുതേണ്ടത് കണ്ടുകൊണ്ടല്ല, ഇത് ചെറുപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അത് തിന്നിട്ടാകണം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനോട് സമാനമായിരിക്കുന്ന ഒരു ഭാഗം യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനത്തോട് ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനോട് സമാനമായ ഒരു ഭാഗമാണ് യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ 2-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കണം. അവർ മഹാമത്സരികളല്ലോ, നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക. നീ ആ മത്സരകരും പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തകച്ചുള്ളി ഇരിക്കുന്നത് കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിലെഴുതിയിരുന്നു. 3-ാം അധ്യായം 1 മുതൽ വായിക്കും. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് നീ ചെന്ന് യിസ്രായേൽഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ തുറന്ന് അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിൽ ആക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചു, മനുഷ്യപുത്ര, നീ യിസ്രായേൽ ഗൃഹത്തിന്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അപ്പോൾ യെഹെസ്കേൽ ഗബാർ നദി തീരത്ത് കർത്താവിന്റെ മഹത്വപ്രത്യക്ഷ ബന്ധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതേ ഒരു സന്ദർഭമാണ് അവന്റെ ജീവിതത്തിലും ദൈവം കൊടുത്തിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചിച്ചത് യിസ്രായേൽ ഗൃഹത്തോട് മാത്രമാണ്. ഒരു മത്സരഗ്രഹമാണ്, മഹാമത്സരികളായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദൈവത്തിന് വില കൊടുക്കത്തില്ല. അവർ കേട്ടതും പഠിച്ച കാര്യങ്ങളൊക്കെ അവർ പ്രാധാന്യത കൊടുക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവിടെ പ്രസ്താവിക്കുക. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, വെളിപ്പാട് ദിവസം പഠിപ്പിക്കുമ്പോൾ മത്സരികളോട് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പ്രസ്താവിക്കുക, അതേ ഉള്ളൂ. അപ്പം അതാണ് ഈ പുസ്തക പഠനത്തോട് ബന്ധത്തിൽ പറയാനുള്ളത്. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അതെന്താണെന്ന് ചെയ്തോട്ട്. അപ്പം മത്സരിക്കുന്നവരോട് നമുക്കത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കർത്താവിനോട് പറഞ്ഞത് അങ്ങനെയുള്ളൊരു കാലമാണ്. അപ്പം അതുകൊണ്ട് അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല.
ദൈവം തന്നിരിക്കുന്ന ദൗത്യം വ്യവസ്ഥ നീ ചെയ്യുക. നിനക്കിപ്പോൾ പറഞ്ഞിരിക്കും. ഇപ്പം യോഹന്നാനോട് എന്ത് പറയുന്നത്? യോഹന്നാൻ അത് പ്രസ്താവിച്ചത് ഇസ്രായേലിനോടല്ല. അവൻ സംസാരിക്കുന്നത് അനേക വംശങ്ങളോടും ജാതികളോടും ഭാഷകളോടും രാജാക്കന്മാരോടും ലോകത്തോടാണ് സംസാരിക്കുന്നത്. തമ്മിൽ വ്യത്യാസം എത്രയേ ഉള്ളൂ. ഇവിടെ ചുരുൾ തിന്നിട്ട് പ്രവാചകൻ കബാർ നദി തീരത്ത് ദർശനത്തിൽ കാണുന്ന പ്രവാചകനോട് പറയുന്നത് നീ അത് പ്രസ്താവിക്കുക. അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ല കാര്യം. നമ്മളിപ്പം പറയുന്ന സുവിശേഷം എല്ലാവരും കേൾക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ സംസാരിക്കുന്നത്. എന്തിനാ പൈസ മുടക്കി കൺവെൻഷൻ നടത്തുന്നത്? എന്തിനാണ് നമ്മൾ ട്രാക്ട് അടിക്കുന്നത്? എന്തിനാ പരസ്യം നടത്തുന്നത്? എന്തിനാ പോകുന്നത്? എല്ലാവരും സ്വീകരിക്കുന്നത് വിചാരിച്ചിട്ടാണോ? അല്ല. അവർ റിജക്റ്റ് ചെയ്യാം, മത്സരിക്കും, എതിർക്കും. പക്ഷേ ദൈവത്തിന്റെ കൽപ്പനയാണ് സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അത് നമ്മൾ ചെയ്യും. മതപുസ്തകത്തിലൂടെയോ ട്രാക്റ്റിലൂടെയോ യൂട്യൂബിലൂടെയോ കിട്ടുന്ന ഏത് മാധ്യമങ്ങളിലൂടെയും കഴിയുന്നത്ര രീതിയിൽ സുവിശേഷം അറിയിക്കുന്ന ദൈവത്തിന്റെ കൽപ്പന ആക്കാൻ വേണ്ടിയാണ്. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ടോ അവരെ എന്നുള്ളതല്ല. ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ പ്രതിഫലം നോക്കാം. അതുകൊണ്ടാണ് പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കരുത് പറഞ്ഞത്. ഈ തരിശില എഴുതി പോകുമ്പോൾ പുറകോട്ട് നോക്കിയാൽ ഒന്നും കാണത്തില്ല. ദൈവം പറഞ്ഞ കാര്യം ചെയ്തു പോകുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് റിസൾട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. എഴുതിട്ടിരിക്കുന്ന സ്ഥലങ്ങളെ കാണത്തുള്ളൂ. അതിൽ വിത്ത് വീണ സ്ഥലത്ത് കെളുത്ത് വരാൻ ചില സമയമെടുക്കും. പുറകോട്ട് നോക്കിയാൽ റിസൾട്ട് നോക്കിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യം സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പറയുന്നത് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. നിർബന്ധിക്കുകയൊന്നും വേണ്ട. അത് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിച്ചോട്ടെ. അവർ കേട്ടാൽ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മനസ്സിലാക്കട്ടെ. മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടും അതിനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നില്ല. മത്സരിക്കുക. പറയുകയാണ്, മഹാമത്സരികളല്ലോ നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത് എന്ന് പറഞ്ഞു. നീ അങ്ങനെ മത്സരിക്കരുത് കേട്ടോ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നത് നമ്മൾ മത്സരക്കാരാകാൻ പാടില്ല. അവർ മത്സരിച്ചു, അതുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ മിണ്ടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു പറഞ്ഞു നീ അത് ചെയ്യാതിരിക്കരുത്. അവരോട് പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ എന്നോട് നീ മിണ്ടാതിരിക്കരുത്. യോനാ പണ്ട് കാണിച്ചതുപോലെ യെഹെസ്കേലും ചെയ്തെന്നാണ് കർത്താവ് പറഞ്ഞത്. യോനാട് പറഞ്ഞ് പ്രവചിക്കാൻ യോനാ പോയില്ല. അപ്പോൾ യെഹെസ്കേൽ പറയാ, നീ അവരുടെ ഇടയിലാണ് താമസിക്കുന്നത്, പക്ഷെ അവർ കേൾക്കത്തില്ലെന്ന് എനിക്കറിയാം, മത്സരിക്കുന്നറിയാം. പക്ഷെ നീ അതുകൊണ്ട് നീ എന്ത് ചെയ്യും? നീ മത്സരിക്കാനാകാൻ പാടില്ല. നീ എൻ്റെ കൽപ്പന അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ദൈവം അതേ പറയുന്നുള്ളൂ. ദൈവം പറയുന്ന കാര്യം നമ്മൾ അനുസരിക്കുക. നീ മത്സരക്കാനായിരിക്കരുത്. ദൈവത്തെ അറിയാം. ഈ സ്വഭാവം കണ്ടു കഴിയുമ്പോൾ അവർ കേൾക്കുന്നില്ലെന്ന് കണ്ടു കഴിയുമ്പോഴത്തെ ഇവന് നിശ്ശബ്ദമായിട്ട് മിണ്ടാതിരിക്കാന്ന് വിചാരിക്കും. അങ്ങനെ നിഷ്പത്തീകരിക്കാൻ ആക്കാൻ സാധാരണ പലപ്പോഴും പരിശ്രമിക്കും. അത് മത്സരമാണ്. ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അതാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. അതിന് ആര് അംഗീകരിക്കുന്നുള്ളതോ ആരെതിർക്കുന്നു എന്നുള്ളതല്ല. അതിന് നമ്മളൊക്കെ എല്ലാവരും എതിർക്കുന്നതെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവവചനത്തോട് മത്സരിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എത്ര പേർ ഇതിനെ ഫോളോ ചെയ്യുന്നുള്ളതോ, എത്ര പേർ ഇതിനെ ലൈക്ക് അടിക്കുന്നുള്ളതോ, എത്ര പേർ ഇതിനെ അംഗീകരിക്കുന്നുള്ളതോ, എത്ര പേർ റിജക്റ്റ് ചെയ്യുന്നുള്ളതോ, എത്ര പേർ എന്തെല്ലാം കാര്യം കമന്റ് ചെയ്യുന്നുള്ളതോ ഒന്നും ദൈവകൃപയാൽ എളിയവനെ അത് ബാധിക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് ഈ രീതിയിലുള്ള വചനം നമ്മൾ പഠിപ്പിക്കുകയും പറയും. ദൈവം പറഞ്ഞ കൽപ്പന നമ്മൾ ചെയ്യുന്നു, അത്ര തന്നെ. ഇപ്പം എന്നിട്ട് പറയാണ്, നിനക്ക് തരുന്നത് നീ വായു തുറന്ന് തിന്നുക. യേശു പറഞ്ഞു, യേശുക്കല്ലേ നീ നല്ലവനാ, അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ഇപ്പം ഞാനൊരു ചുള്ളു തരാൻ പോവുകയാണ്, നീ തിന്നണം. ഇപ്പം എല്ലാം നിനക്ക് ദർശനം തരാൻ പറ്റാത്തതുകൊണ്ട് ഇത് മുഴുവനും എഴുതിയിട്ടുണ്ട്, അത് ഞാൻ നിന്റെ ഉദരത്തിൽ നിറയ്ക്കാൻ പോവുകയാണ്. ഇത് അവിടുന്ന് അതിൻ്റെ രീതി സമയത്തനുസരിച്ച് ഓരോന്നോരോന്നിനെ വെളിപ്പെടുത്തരും. അതിനുശേഷമാണ് ഈ യെഹെസ്കേൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. ഇപ്പം വായ തുറന്ന് തിന്നുക. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തകച്ചുൾ ഇരിക്കുന്നതും കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ പടർത്തി. അതിൽ അകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അത് എഴുതിയിരുന്നു. അപ്പോൾ നിസ്സായകരമായിരിക്കുന്ന മഹാമത്സരായിരിക്കുന്നവരുടെ ഇടയിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുടെ ചുരുളുണ്ടായിരുന്നു. അത് മുഴുവൻ തിന്നാൻ പറയുമ്പോൾ അതിനകത്ത് വിലാപങ്ങളും സങ്കടവും കഷ്ടവും അത് എഴുതിയിരുന്നു. വിലാപങ്ങൾ, സങ്കടം, കഷ്ടമെല്ലാം എഴുതിയിരിക്കുക. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽഗ്രഹത്തോട് സംസാരിക്കുക എന്ന് കരുതി. ഇവിടെ ഇസ്രായേൽഗ്രഹത്തോട് മാത്രം സംസാരിക്കാൻ യെഹെസ്കേലിനെ അപ്പോയിന്റ് ചെയ്തു. എന്നാൽ യോഹന്നാനെയും ദൈവത്തിന്റെ വലത്ത് കയ്യിരുന്ന പുസ്തകം തുറന്നിട്ട് പുസ്തകം കൊടുത്തിട്ട് അത് തിന്നിട്ട്
ലോകത്തോട് പ്രസ്താവിക്കുവാൻ, സർവവംശങ്ങളോടും ജാതികളോടും രാജാക്കന്മാരോടും പ്രസ്താവിക്കാനുള്ള കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. ഇത് രണ്ടും കർത്താവിന്റെ വരവോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യമാണ്. ഒന്ന് യെഹെസ്കേൽ പ്രവചനം ഇസ്രായേലോട് ബന്ധത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയും യെഹെസ്കേല് പുസ്തകച്ചുരുൾ തിന്നിട്ടാണ്, ഭക്ഷിച്ചിട്ടാണ് ശേഷകാര്യങ്ങളെക്കുറിച്ച് അവൻ പ്രവചിപ്പാനിടയാത്തത്, അല്ലെങ്കിൽ അവനുള്ള പ്രകാശം ലഭിക്കുന്നത്. ഇവിടെയും കർത്താൻ രണ്ടാമത്തെ വരവോട് ബന്ധത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിനോട് മാത്രമല്ല സകല ജാതികളോടുമാണ്. ഡാനിയേൽ പ്രവചനവും യെഹെസ്കേൽ പ്രവചനവും ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്, കർത്താൻ രണ്ടാമനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം എന്നുള്ളത് ദൈവസഭയ്ക്ക് തന്നിരിക്കുമ്പോൾ അത് ആകമാനമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആഗോളപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതാണ് വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ വായ തുറന്ന് അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട് മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിൽ ആക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. ദൈവത്തിന്റെ വചനം തേനും തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങനെ ഞാൻ തിന്നത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. വചനം കയ്പാണെങ്കിലും കഷ്ടവും സങ്കടവും അത് എഴുതിയിരിക്കുന്നെങ്കിലും അത് വചനമായതുകൊണ്ട് അത് തേനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഈ വൈദ്യശാസ്ത്രം എഴുതി തരുന്ന മരുന്നുകൾ, അതിൻ്റെ ടേസ്റ്റ് നാം നോക്കിയിട്ടുണ്ടോ? അതെല്ലാം മധുരമാണോ? കഷായങ്ങളും മരുന്നുകളുമെല്ലാം വെള്ളം വേഗത്തിൽ കുടിച്ചോണമെന്നൊക്കെ പറഞ്ഞ് തരാറില്ല. എന്തുകൊണ്ടാണ്? സൗഖ്യമാകാൻ വേണ്ടി. മധുരമല്ല തരുന്നത്, നല്ല കയ്പുള്ളതും ചവർപ്പുള്ളതും വായിലിട്ടാൽ ശ്രദ്ധിക്കുന്നൊക്കെ തോന്നുന്ന മരുന്നുകളാണ് തരാറുള്ളത്, അല്ലേ? ഇങ്ങനെ തരുന്നത്. ഇവിടെയും ദൈവം അത് കയ്പ് പോലെ ആണ് അത് പലതും തോന്നുന്നത്. എന്നാൽ ഇവിടെ വചനത്തെക്കുറിച്ച് പറയുന്നത് അത് മധുരമാണ്. പക്ഷെ എഴുതിയിരിക്കുന്ന മുഴുവനും അതിനകത്ത് വിലാപങ്ങളും സങ്കടവും കഷ്ടവുമാണ്. ദൈവത്തെ സ്നേഹിച്ച് ദൈവം മത്സ്യങ്ങളായിരിക്കുന്നവരോടും ദൈവം സംസാരിക്കുമ്പോൾ അത് കഷ്ടവും സങ്കടവും വിലാപവും തരുന്നെങ്കിലും ദൈവകൽപ്പന പ്രമാണിക്കുവാനും അനുസരിക്കുവാനും മൻതിരിയുവാനും വേണ്ടിയാണ് ദൈവം ഇങ്ങനെ കഷ്ടവും സങ്കടവും വിലാപവും ഒക്കെ തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തെ കഷ്ടവും സങ്കടവും വിലാപവും ഒക്കെ വരുന്നത് അത് നമുക്ക് കയ്പായി തോന്നാമെങ്കിലും അത് ദൈവജനമായതുകൊണ്ട് അത് മധുരമാണ്. ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് കഷ്ടം നിറഞ്ഞ, വേദന നിറഞ്ഞ, കയ്പ് നിറഞ്ഞൊരു അനുഭവമായിരിക്കാം. അത് ദൈവത്തിന്റെ വചനം മധുരമാണ്. നമ്മെ മധുരമാക്കി തീർക്കാൻ വേണ്ടിയാ ഈ കഷ്ടവും സങ്കടവും വിലാപങ്ങളൊക്കെ സഹിക്കുന്നത്. സഹജനത്തോട് പറഞ്ഞത് അവരെ ശിക്ഷിച്ചത്, അല്ലെങ്കിൽ അവരെ നേരെയാക്കാൻ വേണ്ടി ദൈവം കഷ്ടവും സങ്കടവും വിലാപവും ഒക്കെ അയച്ചത് മധുരമായിരിക്കുന്ന വചനമാണ്. അതിന്റെ ഉദ്ദേശം അത് മധുരമായി തീരാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം മധുരമായി നൽകുന്നത്. ഇവിടെ വ്യത്യസ്തമായിരിക്കുന്ന ഈ പ്രവചനമായിട്ട് വ്യത്യാസമായിട്ടുള്ളത് ഈ ചെറുപുസ്തകം, തുറന്നിരിക്കുന്ന പുസ്തകം തിരുന്നതിനുള്ള ബന്ധത്തിൽ, യെഹെസ്കേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ യെഹെസ്കേലിന് സംഭവിച്ചതും യോഹന്നാൻ അപ്പോസ്തലനെ സംബന്ധിച്ച് തമ്മിലുള്ള വിഷയം നമ്മൾ താരതമ്യം ചെയ്ത് പഠിച്ചാൽ രണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകാവസാന സംഭവത്തോട് ബന്ധകർത്താൻ രണ്ടാമത്തവനുള്ള ബന്ധത്തിൽ കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെഹെസ്കേൽ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവനത് തിന്നുമ്പോൾ അവൻ്റെ വായിലത് മധുരം പോലെയായി തീർന്നു. എന്നാൽ യോഹന്നാന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൻ എൻ്റെ 9-ാം വാക്യം, ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. രണ്ട് വ്യത്യസ്തമായ രീതിയിലാണുള്ളത്. ഒന്ന്, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അത് ദൈവത്തിന് മധുരമായ വചനമാണ്. കഷ്ടവും സങ്കടവും വിലാപങ്ങളും എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് വചനമായതുകൊണ്ട് മധുരമാണ്. അവനത് എന്നിട്ടത് മധുരമായി തന്നെ എത്തുന്നു. ദൈവത്തിന് വചനം പ്രസ്താവിച്ചത് ദുഃഖവും കഷ്ടവും വിലാപങ്ങളും പ്രസ്താവിച്ചു, പക്ഷെ അത് മധുരമാണ്. രാത്രി ദൈവവചനം എന്ത് സംസാരിച്ചാലും അത് മധുരമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം മധുരമാണ്, അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ ഈ യോഹന്നാന്റെ ജീവിതത്തിൽ വ്യത്യസ്തത വന്നിരിക്കുന്നത്, യെഹെസ്കേൽ വചനത്തിൽ അത് അവന് വായിൽ മധുരമായി തീർന്നു, വയറ്റിൽ കയ്പായി എന്ന് പറഞ്ഞില്ല. എന്നാൽ യോഹന്നാനോടുള്ള ബന്ധത്തെ പറയുമ്പോൾ ഞാൻ വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ദൂതന്റെ വായിൽ നിന്ന് കയ്യിൽ നിന്ന് ചെറുപുസ്തകം വാങ്ങി തിന്നു, അതിന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയർ കഴിച്ചുപോയി. അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എന്താണ് വ്യത്യസ്തമായി തീർന്നത്? വചനം
തേൻ പോലെ മധുരമായ വചനം. യോഹന്നാൻ അപ്പോസ്തലൻ അത് തിന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ വയറ് കഴിച്ചു പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ വയറ് കഴിച്ചു പോയത്? എന്നാൽ യെഹെസ്കേലിനോട് പറഞ്ഞില്ല. യെഹെസ്കേലിനോട് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വായിൽ മധുരമായിരുന്ന വചനം കഷ്ടവും സങ്കടവും വിലാപങ്ങളും എഴുതിയ പുസ്തകത്തിലുള്ളതാണ് അവൻ തിന്നെങ്കിലും അത് മധുരമായി തീർന്നു എന്നതും, ലോകത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ദൈവത്തിൻ്റെ കയ്യിലിരുന്ന ചെറുപുസ്തകം തുറന്നൊരു പുസ്തകം തിന്നിട്ട് അത് അവൻ്റെ വായിൽ വചനം മധുരമായിരുന്നു, എന്നാൽ അത് അവൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഉദരത്തിൽ അത് കഴിച്ചുപോയി എന്ന് പറയാൻ കാരണം, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ മഹാമത്സ്യങ്ങളായിരുന്നെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് അനേകരും മാനസാന്തരപ്പെടും എന്നുള്ളതാണ് മധുരമായി തീർന്നത്. അവരത് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് 9-ാം അധ്യായം 21-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, 20 മുതൽ 21 വാക്യങ്ങൾ പറഞ്ഞത്, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷ മനുഷ്യരോ ദുർബോധങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വകിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ശുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടു. അവര് മാനസാന്തരപ്പെടാത്ത, എന്തെല്ലാം സംഭവിച്ചാലും ശത്രുവിന്റെ പിന്നാലെ പോകുള്ളൂ എന്നുള്ള പാട്ട് പാടുന്നവരാണ് അന്നത്തെ കാലത്തുള്ളവർ. നമ്മൾ പാടുന്നത് എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ സന്തോഷത്തോടെ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് ഇന്ന് പാടുന്നെങ്കിൽ, ഒരു കാലം വരാൻ പോവുക, എന്തെല്ലാം വന്നാലും ഞങ്ങള് എതിർക്രിസ്ത സാത്താനെ ആരാധിച്ചേ പോവുകയുള്ളൂ, അവന്റെ ആൾക്കാരാണ് നമ്മൾ പാടുന്ന ഒരു ജനം വരാൻ പോവുക, അല്ലേ? ഇപ്പൊ നമ്മൾ പാടുകയില്ലേ, എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന പറയുന്ന ഒരു സ്ഥിതിക്ക് മാറ്റം വന്ന് എതിർക്രിസ്തുവിന്റെ വർണ്ണമാകുമ്പോൾ അവർ പാടുന്ന ഇതായിരിക്കും, എന്തെല്ലാം കഷ്ടം ഇവിടെ വന്നാലും ഞങ്ങള് എതിർക്രിസ്തുവിന്റെ പിന്നാലെ എന്ത് ചെയ്യും? സന്തോഷത്തോടെ യാത്ര ചെയ്യും. ആ ഒരു കാലഘട്ടമാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് ഈ വചനം അവന്റെ യോഹന്നാന്റെ ഉദരത്തിൽ ചെന്നപ്പോൾ അത് കഴിച്ചു പോകുവാൻ ഇടയാത്തത്. എന്നാൽ ദൈവത്തിന്റെ വചനം മാധുര്യമായിരുന്നു. മടങ്ങി വരാത്ത ആഗോള ജനതയോടുള്ള ബന്ധത്തിൽ അന്ന് അവരെന്ത് സംഭവിച്ചാലും എതിർക്രിസ്തുവിനെയും സാത്താനെയും വിട്ടു പോകത്തില്ല. കാരണം ലോകത്തിന്റെ മോടി പിടിപ്പിക്കുന്ന ആഘോഷങ്ങളിലേക്കും അതുപോലെ പൈശാചിക മ്ലേച്ഛതകളിലും രസിക്കുന്ന മനുഷ്യന് എന്ത് സംഭവിച്ചാലും മരണമാണെങ്കിലും കുഴപ്പമില്ല, കിട്ടുന്ന ദിവസം എൻജോയ് ചെയ്യാം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് ലോകം വീഴുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം, മധുരമായ വചനം, അത് കഷ്ടത കൊടുത്തുകൊണ്ട് അവരെ നേരെയാക്കാൻ വേണ്ടി വരുമ്പോഴും അവർ മനസ്സ് തിരിഞ്ഞ് മാനവജാതി ദൈവത്തിലേക്ക് മടങ്ങി വരാത്തത് കൊണ്ടാണ് അത് ദൈവത്തിന്റെ വചനം മാധുര്യമേറിയ വചനം കയ്പായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവാചകനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാന്റെ ഉദരത്തിൽ കഴിച്ചു പോകാൻ കാരണം. എന്നാൽ റിസൾട്ട് വന്നത്, എന്നാൽ മറുഭാഗത്ത് യെഹെസ്കേലിനുള്ള ബന്ധത്തിൽ അവന്റെ വയറ് കഴിച്ചു പോയില്ല. കാരണം മടങ്ങി വരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിന്റെ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരും. എന്നാൽ സാത്താന്റെ അധീനതയിൽ പോകുന്ന മാനവവംശത്തിന് മടങ്ങി വരാൻ കഴിയത്തില്ല. അതിനാൽ ദൈവം സംസാരിക്കുകയും അതിൽ ഭൂരിപക്ഷം ആൾക്കാരും സാത്താന്റെ പിന്നാലെ തന്നെ, നാശകന്റെ പിന്നാലെ തന്നെ നശിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഉദരത്തിൽ അത് കഴിച്ചുപോയി എന്ന് രേഖപ്പെടുത്തുക. എന്നാൽ വായിൽ മധുരമാണ്. ദൈവത്തിന്റെ വചനം അത് മാധുര്യമാണ്. അത് നമ്മളെ ശാസിക്കുന്നതാണെങ്കിലും ശിക്ഷിക്കുന്നതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമുക്കതൊരു പക്ഷേ അത് കയ്പായിട്ട് തോന്നാം, അത് ചവർപ്പായിട്ട് തോന്നാം. എന്നാൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇഷ്ടക്കേടായി തോന്നാം. ഞാൻ പറഞ്ഞതുപോലെ മരുന്ന് കഴിക്കുമ്പോൾ മധുരമായിട്ടുള്ള മരുന്നല്ല തരുന്നത്, കയ്പുള്ളതും ചവർപ്പുള്ളതും ഒക്കെയാണ് തരുന്നത്, അല്ലേ? ടേസ്റ്റ് നോക്കാൻ കഴിയത്തില്ല. പക്ഷേ എല്ലാം നുണഞ്ഞ് കഴിക്കാൻ പറ്റുന്ന മരുന്നല്ല. കാരണം അതങ്ങനെ തരാൻ കഴിയത്തില്ല. ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അത് കഴിക്കുമ്പോൾ രോഗം മാറാൻ വേണ്ടിയാണ് തരുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം കഷ്ടവും സങ്കടവും പ്രയാസവും ഒക്കെ വരുമ്പോഴും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അത് മാധുര്യമാണ്, ഒരിക്കലും കയ്പല്ല. ദൈവത്തിന്റെ വചനം കയ്പല്ല. എന്നാൽ നമുക്ക് കയ്പായത് സംഭവിക്കുമ്പോഴും ഇവിടെ പറയുകയാണ്, നമുക്കറിയാം, യെഹെസ്കേൽ പറഞ്ഞു, എനിക്ക് അത്യന്തം കയ്പായ എനിക്ക് സംഭവിച്ചു. പക്ഷേ ദൈവം അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് ഇടയാത്തുന്നല്ലോ. കയ്പായത് സംഭവിക്കുന്നത് ദൈവത്തിന് വചനം അത് മധുരമായിട്ടതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ കയ്പായ അനുഭവത്തിലൂടെ കടത്തി പോകുമ്പോഴും നമ്മുടെ ജീവിതം മധുരമാക്കി തീർക്കുവാൻ ദൈവം ചിലപ്പോൾ കയ്പേറിയ അനുഭവങ്ങൾ തരുമ്പോഴും തരുന്ന വചനം മധുരമാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കലും കയ്പല്ല. അതൊരു പക്ഷെ നമുക്ക് കയ്പായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ പിമ്പിൽ മറിഞ്ഞിരിക്കുന്ന സ്നേഹമാണ്, ദൈവത്തിന്റെ കരുതലിന്റെ, സ്നേഹത്തിന്റെ
ആ മാധുര്യം അതിലുണ്ട് എന്നുള്ളതും ഈ രാത്രിയിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടർന്ന് നാം ചിന്തിക്കുന്നത് ഈ പ്രകാരമുള്ള ദൂതൻ പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ ശുശ്രൂഷയും, ദൂതന് ദൈവം കൊടുത്ത ശുശ്രൂഷ അതോടെ തീരുക. അവൻ പിന്നീട് അവിടെ നിൽക്കുന്നില്ല. ഈ പുസ്തകം യോഹന്നാൻ വാങ്ങി അത് തിന്നു കഴിഞ്ഞപ്പോൾ ദൂതൻ അപ്രത്യക്ഷനായി. എന്നാൽ പിന്നീടുള്ള ശുശ്രൂഷ ചെയ്യുന്നത് നമ്മെപ്പോലെ മനുഷ്യനായിരിക്കുന്ന യോഹന്നാനാണ് കേട്ടോ. കാരണം ദൈവത്തിൻ്റെ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമേറിയ പദവി നമുക്ക് തന്നിട്ടുണ്ട്. സുവിശേഷം അറിയിപ്പാനുള്ള ദൗത്യം തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ ഈ ദൂതൻ വന്നിട്ട് അവനല്ല പ്രവചിക്കുന്നത്, അവനത് കൊണ്ടുകൊടുക്കാനുള്ള ദൗത്യമേ ഉള്ളൂ. അവനേക്കാൾ ശ്രേഷ്ഠനാണ് യോഹന്നാൻ എന്ന യേശുവിൻ്റെ ശിഷ്യൻ. അപ്പം അതുകൊണ്ടാണ് ഈ ദൂതൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം വാങ്ങി അത് തിന്നിട്ട് ഒരു 6 അടി പൊക്കം അല്ലെങ്കിൽ നമ്മെപ്പോലെ ഉയരമുള്ള ഒരു സാധാരണ മനുഷ്യനായിരിക്കുന്ന യോഹന്നാൻ അവൻ പ്രവചിക്കുകയാണ്. അവനൊരു സാധാരണ മനുഷ്യനാണ്, നമ്മളെ പോലെ വിശപ്പും ദാഹമുള്ളവനാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവചനം, ദൈവനെ സ്നേഹിച്ചതുകൊണ്ട് അവന് കൊടുത്ത നിയോഗം വളരെ വലുതായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം, സങ്കീർണമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുവാൻ, കണ്ടിട്ടും അവൻ കേട്ടിട്ടും അവൻ ഭക്ഷിച്ചിട്ടുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ എത്ര അധികം വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞതാണ്. അതെല്ലാം രേഖപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ തുണനിന്നു. ദിവസങ്ങളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളെ ഗ്രഹിച്ചെടുക്കുവാൻ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനായി രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ തുടർന്ന് നാം ചിന്തിക്കുന്നത്, ഇപ്പോൾ ഈ യോഹന്നാൻ അപ്പോസ്തലനാകുന്നതിന് ശേഷമുള്ള കാര്യങ്ങളെ ഭൗമിക മണ്ഡലത്തിൽ വന്ന് അവൻ അതേക്കുറിച്ച് കണ്ട് സംസാരിക്കുന്നതാണ്. എന്നാൽ അതിന് മുമ്പാണ് സംഭവം. കർത്താവിന്റെ മധ്യാകാശപരവ് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നാം പറഞ്ഞല്ലോ, ആകാശ മണ്ഡലത്തിൽ നിന്നാണ് കണ്ടത്. എന്നാൽ ഈ ലോകത്ത് വരാൻ പോകുന്ന കഷ്ടങ്ങളോട് ബന്ധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ പിന്നീട് കാണുന്നത് അതിൻ്റെ ഭൗമിക മണ്ഡലത്തിൽ വന്ന ശേഷമാണ് അവൻ കാണുന്നത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് 7ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്തുള്ള ബന്ധത്തിൽ നടക്കുന്ന 3ാമത്തെ കഷ്ടത്തെക്കുറിച്ചാണ്. അതിനായി 11ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ വായിക്കുന്നു. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3ാമത്തെ കഷ്ടം വേഗം വരുന്നു. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ, അതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്താണ് 3ാമത്തെ എന്താണ് സംഭവിക്കേണ്ടത്? 3ാമത്തെ കഷ്ടം വേഗം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 3ാമത്തെ കഷ്ടം എന്താകുന്നു? അത് 7 ക്രോധകലശങ്ങളാകുന്നു. ഇപ്പോൾ 3 വലിയ കഷ്ടങ്ങളിൽ 2 ഭൂമിയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നാം ചിന്തിച്ചു, മനസ്സിലാക്കി. 5ഉം 6ഉം കാഹളങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി ഒന്നുകൂടി ആവർത്തിക്കപ്പെടുകയും ആ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സൃഷ്ടികളാണ് അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്നുള്ളതും വ്യക്തമാക്കുവാൻ ഇടയാത്തീർന്നു. അപ്പോൾ 3ാമത്തെ കഷ്ടം ഇതിനെക്കുറിച്ച് 7 ക്രോധകലശങ്ങൾ ബന്ധത്തിലാകുന്നു. അതേക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. 3ാമത്തെ കഷ്ടമാകുന്ന 7 ക്രോധകലശങ്ങൾ ഭൂമിയിൽ ചൊരിയപ്പെടുന്നതിനുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവാലയം തുറക്കപ്പെട്ട് ദൈവത്തിന് നിയമപ്പെട്ടവിടെ പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 11ാം അധ്യായം 19ാം വാക്യമാണ്. അപ്പോൾ 11ാം അധ്യായം 15ാം വാക്യത്തിന്റെ സ്റ്റാർട്ടിങ് മാത്രം നമ്മൾ എടുത്തു. അതിനുശേഷമായി 19ാം വാക്യം എടുക്കുന്നു. അപ്പോൾ ഈ 11ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യത്തിന്റെ 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ എന്ന് പറഞ്ഞിട്ട് 7 കലശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കും. പക്ഷേ 15ാം അധ്യായത്തിന്റെ ബാക്കി മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കും, പഠിക്കും. അത് വിട്ടുകളയത്തില്ല. പക്ഷെ അതിനുള്ള സമയം ആ സമയത്ത് ഇതിനകത്തുള്ള ബന്ധത്തിലായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ടാണ് 19ാമത്തെ വചനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. 7ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന വേളയിലാണ് സ്വർഗത്തിലെ ദൈവാലയം തുറക്കപ്പെടുകയും അവിടെ അവന്റെ നിയമപ്പെട്ടകം പ്രത്യക്ഷമാവുകയും ചെയ്യുന്നത്. മോശ നിർമ്മിച്ച നിയമപ്പെട്ടകമല്ലത്. അതാണെന്ന് പഠിപ്പിക്കുന്ന ചിലരുണ്ട്. ഈ നിയമപ്പെട്ടകം യെരൂശലേം ദേവാലയം നശിപ്പിക്കുന്ന സമയത്ത് അത് എവിടെ പോയി, എങ്ങനെയായി എന്നൊക്കെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ട്. നിയമപ്പെട്ടകത്തിന്റെ കാര്യങ്ങളും അതൊക്കെ കർത്താവിന്റെ ക്രൂശീകരണത്തോടു കൂടി ആ നിയമപ്പെട്ടകത്തിന്റെ കാര്യങ്ങളൊക്കെ തീർന്നു. പിന്നെ അതിന് പിന്നാലെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ എങ്കിൽ ഇത് അങ്ങനെ നിയമപ്പെട്ടകമാണ് സ്വർഗത്തിൽ വെളിപ്പെടുന്നുള്ളത് ചിലർ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന യാഗപീഠം, ധൂപകലശം എന്നീ പറയുന്ന എല്ലാം ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതാണോ? അല്ലല്ലോ. സ്വർഗത്തിൽ യാഗപീഠമുണ്ട്, സ്വർഗത്തിൽ ധൂപപീഠമുണ്ട്, അവിടെ നിലവിളക്കുകളുണ്ട്. ഇതെല്ലാം ഭൂമിയിൽ നിന്ന് പിന്നെ അവിടെ കൊണ്ടുപോയതാണോ? അല്ല. അപ്പോൾ ഈ നിയമപ്പെട്ടകത്തിന് മാത്രം പുറകെ എന്തിനാ എല്ലാവരും പോകുന്നത്?
അപ്പം നിയമപ്പെട്ടകം സ്വർഗത്തിലുണ്ട്. നിഴലായിട്ടുള്ള ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിൻ്റെയും പൊരുളായിട്ടുള്ള സ്വർഗത്തിലുണ്ട്. എന്താണ് ഈ നിയമപ്പെട്ടകം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. നിയമപ്പെട്ടത്തെ കുറിച്ച് നമുക്കറിയാം. അത് സ്വർഗാസ്വത ഭൗമിക വസ്തുക്കളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ന്യായപ്രമാണപ്രകാരം നിർമ്മിച്ച നിയമപ്പെട്ടകം അവിടെ കാണുകയില്ല എന്നത് വ്യക്തമാണ്. ഇവിടെ നിന്ന് നിർമ്മിച്ച ഒരു വസ്തുവും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ കതിരമരം കൊണ്ട് പണിത നിയമപ്പെട്ടം അവിടെ കൊണ്ടുപോയിട്ട് ആവശ്യമൊന്നുമില്ല. അവിടെ സ്വർഗാസ്വർഗത്തിൽ അത് പൊരുളായിട്ടുണ്ട്. അതിൻ്റെ നിഴലായിട്ടുള്ളതാണ് ഭൂമിയിൽ പണിതത്. അല്ല ഇവിടുന്ന് നിയമപ്പെട്ടവ മാത്രം അവിടെ കൊണ്ടുപോയി ബാക്കിയുള്ള യാഗപീഠവും അത് തള്ളി, അങ്ങനെയല്ല. അത് ഭൂമിയിലുണ്ടായിരുന്നു. അത് പോകേണ്ട സമയത്ത് പൊയ്ക്കോട്ടെ. അതിൻ്റെ പ്രസക്തി തീർന്നു. അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നിയമപ്പെട്ടതിൽ നിങ്ങൾ ചോദിക്കത്തില്ലെന്നാണ്, അന്വേഷിക്കത്തില്ലെന്നാണ് പറയുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നിയമപ്പെട്ടത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരത്തുപോലുമില്ലെന്നാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും ചിലർക്ക് ഈ നിയമപ്പെട്ടവ് അന്വേഷിച്ച് പോയി അതെവിടെയുണ്ട്, യേശു ക്രൂശിന്റെ അടിയിൽ നിയമപ്പെട്ടവ് ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അതേക്കുറിച്ച് ഓർക്കുക പോലും ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓർക്കേണ്ട ആവശ്യം പോലും വരത്തില്ല. ഇപ്പം നമ്മൾ നിയമപ്പെട്ടതിന്റെ പുറകെയും യെരൂശലേമിലുണ്ടായിരുന്ന യാഗപീഠത്തിന്റെ പിന്നാലെ എന്നല്ല നമ്മൾ പോകേണ്ടത്. അതിന്റെ ആവശ്യം ഇല്ല, അത് തീർന്നു പോയി. അതുകൊണ്ട് ആ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചല്ല ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. അവര് ഏഴാമത്തെ കാഹളം ഊതുന്ന സമയത്ത് ഏഴാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 ദൂതന്മാർ 7 കാഹളവുമായി ദൈവസ്ഥ നിൽക്കുന്നതും സ്വർഗത്തിലെ സ്വർണ്ണധൂപ കലശം, യാഗപീഠം, ധൂപവർക്കം എന്നീ ഉപകരണങ്ങളുമാണ് യോഹന്നാൻ ദർശിക്കുന്നത്. എന്നാൽ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം തന്നെ തുറക്കപ്പെടുകയും അതുവരെ അവിടെ പ്രത്യക്ഷപ്പെടാതിരുന്ന നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. 7-ാം മുദ്രയുള്ള ബന്ധത്തിൽ യാഗപീഠത്തിലെ കനൽ നിറച്ച ധൂപകലശം ഭൂമിയിലേക്ക് എറിയുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന ഇടിമുഴക്കം, നാദം, ഭൂകമ്പം, മിന്നൽ എന്നിവ പോലെ തന്നെയാണ് 7-ാം കാഹളത്തിൽ കൽമഴ കൂടി ഉണ്ടാകുന്നു എന്നതാണ് ദേവാലയം സ്വർഗത്തിൽ തുറന്ന് നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്നത്. അപ്പം ആ സന്ദർഭത്തോടെ ബന്ധത്തിൽ നമ്മളത് ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പം അതുകൊണ്ട് നിയമപ്പെട്ടകത്തിന്റെ പിന്നാലെ പോയി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകരുത് പ്രിയപ്പെട്ടവര്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് പുതിയ നിയമ വിശ്വാസങ്ങൾക്ക് ആവശ്യമില്ല. നമ്മൾ ഈ ഭൂമിയിൽ പണ്ടുണ്ടായ മോശമുണ്ടാക്കിയ നിയമപ്പെട്ടകത്തെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാമെങ്കിൽ വളരെ താല്പര്യമാണ് എല്ലാവർക്കും. അതൊക്കെ കേൾക്കാൻ വളരെ താല്പര്യമാണ്. അതിൻ്റെ 3-ാം അധ്യായം, യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം അങ്ങനെയുള്ള ശ്രദ്ധയ്ക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കുകയാണ്. ഈ പഴയ മോശ പണിത നിയമപ്പെട്ടകം, യാഗപീഠം, ഇതിൻ്റെയൊക്കെ പിന്നാലെ ഒന്നും പോകണ്ട എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ബൈബിളിൽ രേഖപ്പെടും. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയുമില്ല, ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ ഉള്ളപ്പാട്. ഒരു കാലം വരാൻ പോവുകയാണ്. ഇപ്പം നിയമപ്പെട്ടകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാറുണ്ട്. അത് യേശു ക്രിസ്തു ക്രൂശിച്ച കാൽവറിയുടെ ചുവട്ടിൽ ആ നിയമപ്പെട്ടം ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഉള്ളത് പഠിപ്പിക്കും. എന്തുകൊണ്ട് ഓർക്കണ്ടെന്ന് പറഞ്ഞത് ബൈബിളിൽ ഉള്ളത് കൊണ്ടാണ്. യിരെമ്യാ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് പിന്നാലെ സമയം ചെലവഴിക്കേണ്ട എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതേക്കുറിച്ച് പഠിപ്പിക്കാത്തത്, അന്വേഷിച്ച് പോകാഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു വരുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനി പറയുകയില്ല, അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കുകയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് പറയും. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമം നിമിത്തം വന്നു ചേരും. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മളെന്തിനത് ഓർക്കുന്നത്? യേശു ക്രിസ്തുവാണ് യഥാർത്ഥ നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമായി ക്രിസ്തുവാണ് പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം 2-ആയി ചിന്തിപ്പോയെങ്കിൽ പിന്നീട് അതിന് പ്രസക്തി ഇല്ലാതെ തീർന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന നിയമപ്പെട്ടകം എവിടെ പോയാലും നമ്മളതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോഴേ പോകേണ്ട ആവശ്യമില്ല. ഇനി ഒരു കാലം വരുന്നു, ഇസ്രായേലും അതിൻ്റെ പിന്നാലെ പോകേണ്ട സമയമില്ലാത്ത കാലം വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അത് പുതിയ ഇസ്രായേൽ ആയിരിക്കുന്ന ഞാനും നിങ്ങളും പഴയ നിയമപ്പെട്ടത്തിന്റെ പിന്നാലെ ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അത് പുതിയ നിയമത്തോട് ബന്ധത്തിൽ അത് നിഴലായിരുന്നു.
പൊരുളായത് വെളിപ്പെടുവാൻ ഇടയാത്തീർന്നു. അപ്പോൾ 7 മുദ്രയിൽ നിന്ന് 7 കാകളത്തിലേക്ക് മാറ്റപ്പെടുന്ന സന്ദർഭത്തിലുണ്ടാകുന്ന അതേ സാഹചര്യമാണ് 7 കാകളത്തിൽ നിന്ന് 7 കലശത്തിലേക്ക് മാറ്റപ്പെടുന്ന വേളയിലും ഉണ്ടാകുന്നത്. പഴയ നിയമത്തിൽ നിഴലായിരുന്ന നിയമപ്പെട്ടകത്തിന്റെ പൊരുളായ ക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടതല്ലേ? ഒരു ചോദ്യം ചോദിക്കുക, പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും നിയമപ്പെട്ടകം നിഴലായി സ്വർഗീയ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നൊരു ചോദ്യം നമുക്കിവിടെ വരാം. ന്യായമായ ചോദ്യമാണ്. നിയമപ്പെട്ടകം ക്രിസ്തു ആണെന്നുള്ളതും നമ്മളത് ചിന്തിക്കണ്ട. അത് കർത്താവ് വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ വീണ്ടും പിന്നെ എന്തിനാണ് ഈ സ്വർഗത്തിലെ ദൈവാലയം തുറന്ന് അവിടെ ഉണ്ടായിരുന്ന നിയമപ്പെട്ടകം വെളിപ്പെടുന്നത്? അതുവരെ നിയമപ്പെട്ടം വെളിപ്പെട്ടില്ല. നമുക്ക് 7-ാമത്തെ മുദ്രയുള്ള ബന്ധത്തിൽ കാണുന്നത് കഴിഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിലെ യാഗപീഠത്തെക്കുറിച്ചുള്ള ബന്ധത്തിലാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ഈ 7-ാമത്തെ കാളം ഊതുന്ന സമയത്ത് നിയമപ്പെട്ടകം വീണ്ടും അവന്റെ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തിനാണ്? ഒന്ന്, കർത്താവ് വന്നതല്ലേ? അപ്പോൾ പിന്നെ കർത്താവ് വന്നു അതിന്റെ പൊരുളായി തീർന്നതല്ലേ? ഇപ്പൊ ഭൂമി ഉണ്ടാക്കിയിരുന്ന മോശ ഉണ്ടാക്കിയിരുന്ന നിയമപ്പെട്ടകത്തിന്റെ നിഴലായിരുന്ന പൊരുളായി ക്രിസ്തു വെളിപ്പെട്ടു. പിന്നീട് എന്തിനാണ് വീണ്ടും നിയമപ്പെട്ടകം സ്വർഗീയ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന ചോദ്യം ഇവിടെ വരുമ്പോൾ പഴയ നിയമ സമാപന കൂടാരത്തിലും യെരൂശലേം ദേവാലയത്തിലും തിരശ്ശീലയ്ക്കുള്ളിൽ മറയപ്പെട്ടിരുന്ന ഈ പെട്ടകം ക്രിസ്തുയേശുവിന്റെ 1-ാമത്തെ വരവിന്റെ നിഴലായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ പിന്നാലെ ആരും പോകണ്ട. സംഭവിച്ചു കഴിഞ്ഞു. നമുക്കറിയാമല്ലോ, പണ്ട് നെഗുസ്റ്റാൻ എന്ന ഒരു പിച്ചസർപ്പത്തെ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അന്ന് പാമ്പ് കടി വെക്കുമ്പോൾ അത് നോക്കി രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. ആ കാലം കഴിഞ്ഞ് പിന്നെ കൊണ്ടുവരുന്ന അവസാനം അതിനെ അവർ കളഞ്ഞു. പക്ഷെ ചിലർ അതിനെ പൊക്കി നടന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. 1-ാമത്തെ വരവിനോട് ബന്ധത്തിലുണ്ടായിരുന്ന പഴയ നിയമത്തിൽ പറഞ്ഞ നിയമപ്പെട്ടകം അതിൻ്റെ സമയം കഴിഞ്ഞു, അതിൻ്റെ പ്രസക്തി കഴിഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ അത് യേശു ക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിൻ്റെ നിഴലായിരുന്നു. അവൻ പ്രത്യക്ഷപ്പെട്ടത് മാനരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തു. അതിന് തെളിവാണ് ദേവാലയത്തെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയത്. സ്വർഗീയ ദേവാലയത്തിൽ നിഴലായി ഇവിടെ ചീന്തിപ്പോവുകയല്ല ചെയ്തത്. ഇപ്പൊ ഭൂമിയിലുണ്ടായിരുന്ന യെരൂശലേം ദേവാലയത്തിന്റെ ആ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചീന്തിപ്പോയത് അവന്റെ ശരീരത്തെ വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചീന്തി. ക്രിസ്തു യേശുവിന്റെ തിരച്ചില ചീന്തിയത് കൊണ്ടാണ് ആണ്ടിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ കടന്നുപോയ കൃപാസ്ഥലത്തേക്ക് കടന്നു പോകാൻ വഴിയില്ലാതിരുന്നെങ്കിൽ ക്രിസ്തുയേശുവിന്റെ ശരീരം എന്ന തിരശ്ശീല ചീന്തിയത് കൊണ്ട് നമുക്ക് ധൈര്യപൂർവ്വം കൃപാസനത്തേക്ക് അകത്ത് ചെല്ലാനുള്ള അവകാശം ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ നാം കടന്നു പോകുന്നത്. അതിനുള്ള ബന്ധത്തിലാണ് തിരശ്ശീല ചീന്തപ്പെട്ടത്. ആ തിരശ്ശീലാണ് ക്രിസ്തുവിന്റെ ശരീരത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ചീന്തപ്പെട്ടു. അവന്റെ കൃപാസനത്തേക്ക് നമുക്ക് ചെല്ലാനുള്ള ധൈര്യമുണ്ട്. ഇപ്പോൾ സ്വർഗീയ ദേവാലയത്തിന്റെ നിഴലായി പ്രത്യക്ഷപ്പെടുന്ന നിയമപ്പെട്ടകം കർത്താവിന്റെ 2-ാമത്തെ വരവിന്റെ നിഴലാകുന്നു. അപ്പോൾ മോശയുണ്ടാക്കിയ നിയമപ്പെട്ടകം യേശു ക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിന്റെ നിഴലായിരുന്നുവെങ്കിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ വീണ്ടും നിയമപ്പെട്ടകം നിഴലായി സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ പിമ്പിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു മർമ്മമുണ്ട്. 1-ാമത്തെ വരവ് കഴിഞ്ഞു, അത് തിരശ്ശീല ചീന്തപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ ആലയം, സ്വർഗത്തിന്റെ യഥാർത്ഥമായ പൊരുളായിരിക്കുന്ന ആലയം തുറക്കപ്പെടുമ്പോൾ അവിടെ നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നത് യേശു കർത്താവിന്റെ 2-ാമത്തെ വരവ് സമാഗതമാകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ അല്ലാതെ ഇവിടെ മോശം ഉണ്ടാക്കിയ നിയമപ്പെട്ടം അവിടെ കൊണ്ട് കാണിക്കുകയല്ല. അവിടെ പൊരുളായിട്ടിരിക്കുന്ന നിയമപ്പെട്ടമായിരിക്കുന്ന ക്രിസ്തു അവിടെയുണ്ട്. അവൻ 2-ാമത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവിനാണ് ഈ ദൈവത്തിന്റെ ആലയം തുറന്ന് അവിടെ ഈ പറയുന്ന നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അവൻ രാജാതിരാജാവും കർത്താതി കർത്താവുമായി 2-ാമത് ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിന്റെ മഹത്വം പ്രത്യക്ഷയാകുന്ന 2-ാമത്തെ വരവിന് മുന്നോടിയായിട്ടുള്ള സംഭവങ്ങളാണ് പിന്നീട് സ്വർഗത്തിലും ഭൂമിയിലുമായി കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷയ്ക്ക് ശേഷം സംഭവിച്ചു തുടങ്ങുന്നത്. 7-ാമത്തെ കാഹളം ഊതുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം തുറന്ന് നിയമപ്പെട്ടവടെ പ്രത്യക്ഷപ്പെടുന്നതായി കാണുന്ന യോഹന്നാൻ തുടർന്ന് സംഭവങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വെളിപ്പാട് 15-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിയമപ്പെട്ടകം പ്രത്യക്ഷമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് 11-ാം അധ്യായം 19-ാം വാക്യമാണ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോൾ 7-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് 3-ാമത്തെ കഷ്ടം ഉണ്ടാകുമ്പോൾ അതിന് മുമ്പായി ഇവിടെ നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്നത്
കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സമാഗതമാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നെയ്യപ്പെട്ടകം അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധമായി നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 15-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 5 8 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷികൂടാരമായ ദൈവാലയം തുറന്നത് ഞാൻ കണ്ടു. 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച് കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികൾ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന് ശേഷമായി നടക്കുന്ന കാര്യം സാക്ഷികൂടാരമായ കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 7-ാം ദൂതൻ കാഹളം ഊതുന്ന സന്ദർഭത്തിലാണ് 3 കഷ്ടങ്ങളിലെ അവസാനത്തെ കഷ്ടമാകുന്ന 7 ക്രോധകലശങ്ങൾ ഭൂവാസികളുടെ മേൽ ചൊരിയപ്പെടുന്നത്. അതിന് ആരംഭം കുറിക്കുന്നതാണ് 7 ദൂതന്മാർക്ക് 4 ജീവികളൊന്ന് ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം കൊടുക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ 4 ജീവി അപ്പോൾ 4 ജീവികൾ ഒന്ന് 4 ജീവികളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിരുന്നു. ദൈവസഭയെ പ്രദാനം ചെയ്യുന്നതാണ്. ഈ 4 ജീവികൾ ശുശ്രൂഷയോട് ബന്ധത്തിൽ ദൈവസഭയെ കാണിക്കുന്നു. 24 മൂപ്പന്മാർ എന്നുള്ളത് സിംഹാസനിരിക്കുന്ന അധികാരത്തെ വെളിപ്പെടുത്തുമ്പോൾ ശുശ്രൂഷകളിൽ 4 ജീവികൾ ഒന്നാമത്തെ ജീവി വരിക എന്ന് പറയുന്ന 4 ജീവികൾ പറയുന്നത്. ഇപ്പം 4 ജീവികൾ ഒന്നാണ് ഈ ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രി ചിന്തിക്കുമ്പോൾ ദൈവമായിട്ട് ചേരുവാൻ, അവന്റെ അധികാരത്തോട് ബന്ധപ്പെടുവാൻ, അവനോട് സദൃശം വരാത്തിരുന്നവരുടെ അധികാരം വലുതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ചൊരിയപ്പെടാൻ പോകുന്ന 7 ക്രോധകലശം ഇന്ന് ഇവിടെ നമ്മൾ ഉപദ്രവവും കർഷകവും സങ്കടവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ജയാളികളായ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭൂമിയുടെ മേൽ ചൊരിയപ്പെടാനുള്ള ക്രോധകലശം എടുത്തു കൊടുക്കാനുള്ള ദൗത്യം അവിടെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആദിയാദന്മാരുടെ സഭയ്ക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് 4 ജീവികൾ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം അത് 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരും ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താണ് സ്വർഗീയ ദേവാലയത്തിൽ ആർക്കും കടക്കാൻ കഴിയാത്തത് എന്നുള്ളത് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന മർമ്മമാണ്. അപ്പൊ അതെന്താണെന്നുള്ളത് നമ്മളത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് 5-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന കാലത്ത് ഭൂവാസികൾക്കുണ്ടാകുന്ന 1-ാമത്തെ വലിയ കഷ്ടം, ഒരു ദൂതൻ തനിക്ക് ലഭിക്കുന്ന താക്കോൽ ഉപയോഗിച്ച് അഗാധഗോപം തുറക്കുമ്പോൾ അതിൽ നിന്ന് വെട്ടിക്കിളികളെ പോലെ പുറപ്പെടുന്ന വിചിത്ര ജീവികൾ ദൈവത്തിന് മുദ്രയില്ലാത്ത മനുഷ്യരെ കൊന്നുകളയെന്നാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നത്, ഈ കാഹളങ്ങൾ നടക്കുമ്പോൾ 1-ാമത്തെ കഷ്ടം 2-ാമത്തെ കഷ്ടം എന്താണെന്നുള്ളതാണ്. 6-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന കാലത്ത് ഭൂവാസികളുണ്ടാകുന്ന 8-ാമത്തെ വലിയ കഷ്ടം, 6-ാമത്തെ ദൂതൻ യൂപ്പർത്തോസ് മഹാനദീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക നിമിത്തം 20 കോടി കുതിരപ്പടയ്ക്ക് സമാനമായ യുദ്ധപ്പട പുറപ്പെട്ട് തീ, പുക, ഗന്ധകം എന്നീ 3 ബാധകളാൽ ഭൂമിയിലെ മനുഷ്യർ 3 കൊന്നുകളയുന്നത്. ഇതൊരിക്കലും 3-ാം ലോകമായ യുദ്ധമോ 4-ാം ലോകമായ യുദ്ധമോ കർമ്മോദ യുദ്ധമോ അല്ല. തെറ്റായ രീതി ചിന്തിക്കരുത്. ചിലർ ഇതൊക്കെ വിചാരിച്ചിരിക്കുന്ന 3-ാം ലോകമായ യുദ്ധമാണ് ഇത് നടക്കുന്നത്. ചിലർ വിചാരിക്കുന്ന കർമ്മോദ യുദ്ധമാണ്. ഇതൊന്നും അല്ല, അതൊക്കെ വേറെ രീതിയിലാണ്. ഇത് ദൈവത്തിന്റെ ആജ്ഞയാൽ മനുഷ്യർ 3 കൊന്നുകളയുന്നതിനെ കുറിച്ച് ദൈവം അവിടെ കൊടുത്തിരിക്കുന്ന ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള ദൂതഗണങ്ങളുണ്ട്. അവരിറങ്ങി ചെയ്യുന്ന ഇതിനെ ഒരിക്കലും ഇന്റർപ്രറ്റ് വ്യാഖ്യാനിച്ച് ദൈവത്തെ ഓർത്ത് ആരും ഇതിനെ 3-ാം ലോകമായ യുദ്ധമായിട്ടോ 4-ാം ലോകമായ യുദ്ധമായിട്ടോ കർമ്മ യുദ്ധമായിട്ടോ വെളിപ്പെടുത്തരുത്. കർമ്മയുദ്ധത്തെ കുറിച്ച് പഠിക്കും, അത് അതിന്റെ സമയത്ത് നടക്കും. അതിന്റെ സമയത്ത് ഇത് കർമ്മയുദ്ധത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. ഇത് മനുഷ്യരിൽ 3 കൊല്ലാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന കുതിരപ്പടയാണ്. 3-1 തന്നെ നശിച്ചു പോകും. അത് യുദ്ധം നടത്തിയിട്ടല്ല. ദൈവം അയക്കുന്ന ഈ സൃഷ്ടികൾ പുറപ്പെട്ട് ദൈവത്തിന്റെ മത്സരിച്ച് നിൽക്കുന്നവരെ 3-1 കൊന്നുകളയെന്നാണ് അത് സംഭവിച്ചിരിക്കുന്നത്. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുന്ന കാലത്ത് ഭൂവാസികൾ ഉണ്ടാകുന്ന 3-ാമത്തെ വലിയ കഷ്ടം, ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ഭൂമി ഒഴിച്ചു കളയുന്ന നിമിത്തമുണ്ടാകുന്ന 7 വലിയ ദുരന്തങ്ങളാകുന്നു. അത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് 3-ാമത്തെ കഷ്ടത്തെക്കുറിച്ച്. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ 16-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ മുകളിൽ രേഖപ്പെടുത്താം 3-ാമത്തെ കഷ്ടമെന്ന്. അപ്പോൾ
ഏഴാമത്തെ ദൂതൻ കാളമൂന്ന് സമയത്ത് മൂന്നാമത്തെ കഷ്ടമുണ്ടാകുന്നു. ആ മൂന്നാമത്തെ കഷ്ടം എന്താകുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 16 അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെയുള്ള കാര്യങ്ങളാണ് 7 ക്രോധകലശങ്ങൾ ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്ന മുഖാന്തരമായിട്ടുണ്ടാകുന്ന മൂന്നാമത്തെ വലിയ കഷ്ടത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അഗാധകൂപം, ഭൂമിയിലെ യൂപ്പർത്തോസ് നദി, സ്വർഗത്തിലെ ദേവാലയം എന്നീ 3 സ്ഥലങ്ങളോടുള്ള ബന്ധത്തിലാണ് 7 കാകളത്തിലെ അവസാനത്തെ 3 കാകളം നിമിത്തമുള്ള 3 വലിയ കഷ്ടങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഒന്ന് അഗാധകൂപത്തോടുള്ള ബന്ധത്തിൽ 5-ാമത്തെ കാകളവും, ഭൂമിയിലെ യൂപ്പർത്തോസ് എന്ന നദിയോടുള്ള ബന്ധത്തിൽ 6-ാമത്തെ കാകളവും, സ്വർഗത്തിലെ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ 7-ാമത്തെ കാകളവും നിൽക്കുന്നു. ഈ 3 കഷ്ടങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. 7 കാലങ്ങളിലെ അവസാനത്തെ 3 കാകളങ്ങൾ നിമിത്തമുള്ള 3 വലിയ കഷ്ടങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത്. 6-ാം കാകളം വരെയുള്ളവ വ്യക്തമായി എഴുതിയ ശേഷം 7-ാം കാകളത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ വളരെ സങ്കീർണമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിനെ നാം വ്യാഖ്യാനാർത്ഥ തലത്തിൽ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില വചനങ്ങൾ ജമ്പ് ചെയ്ത് മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നുപോയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വളരെ അധികം വാക്യ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അധ്യായ ക്രമീകരണങ്ങൾ ഏറ്റവും അധികം ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തി. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഇത് മനസ്സിലാകാതെ മൂന്നാമത്തെ കഷ്ടം എന്താണെന്ന് അറിയാത്തവര് എത്ര പ്രാവശ്യം ഇതിനെ വ്യാഖ്യാനിച്ചാലും വ്യാഖ്യാനം ശരിയാകത്തില്ല. മൂന്നാമത്തെ കഷ്ടം എന്താണെന്ന് ആത്മാവിൽ അതിൻ്റെ വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാക്യങ്ങളെ ക്രമീകരിച്ചെടുക്കുവാൻ സാധിക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് 7 മുദ്ര, 7 കാകളം, 7 കലശം വെളിപ്പാട് ദിവസം പഠിക്കാൻ വളരെ സരളമായ രീതിയിൽ, ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നുണ്ട്. 7 മുദ്ര, 7 കാകളം, 7 കലശം. പിന്നെ 7 കലശം കഴിഞ്ഞാൽ 7 ഇടിനാദം കൂടി അതിൻ്റെ മർമ്മം കൂടി വെളിപ്പെടുത്തിയാൽ വെളിപ്പാട് പുസ്തക പഠനം വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. 7 മുദ്രയെക്കുറിച്ചും 7 കകളത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നെങ്കിൽ 7 ഇടിനാദത്തിൽ മാഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തരും. അപ്പോൾ ഇങ്ങനെ അതിനെ മനസ്സിലാക്കി തന്നതുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാം. അവിടെ നമ്മൾ 16-ാം അധ്യായത്തിന് മുകളിൽ എഴുതി വയ്ക്കാം മൂന്നാമത്തെ കഷ്ടം. അതാണ് വേഗത്തിൽ വരാൻ പോകുന്നത്. 7-ാമത്തെ കാകളം ഊതുന്ന സമയത്തുണ്ടാകുന്നത് മൂന്നാമത്തെ കഷ്ടമാണത് 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 16-ാം അധ്യായത്തിലെ 7-ാമത്തെ കാലത്ത് ചെറുവരപ്പെടുന്ന 7 ക്രോധകലശങ്ങൾ ഭൂമി ചൊരിയപ്പോഴുണ്ടാകുന്ന മൂന്നാമത്തെ കഷ്ടം ഏത് വിധം സംഭവിക്കുന്നു അതിനെക്കുറിച്ച് സങ്കീർണമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു വിശദീകരണം വേഗത്തിൽ നൽകി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. തുറക്കപ്പെടുന്ന സ്വർഗത്തിലെ ദേവാലയത്തെ നിയമപ്പെട്ട പ്രത്യക്ഷമാകുന്ന 1-ാമത്തെ ഭാഗം 11-ാമത്തെ 9-ാം വാക്യം. അതിന്റെ 15-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തുറന്നിരിക്കുന്ന സാക്ഷ്യകൂടാരമായ ദേവാലയത്തിൽ നിന്ന് 7 ബാധയുള്ള 7 ദൂതന്മാർ ശുദ്ധവും ശുഭ്രവുമായുള്ള ശണവസ്ത്രം ധരിച്ചും മാറത്ത് പൊൻകച്ച് കെട്ടിയും കൊണ്ട് സ്വർഗീയ ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അതിന്റെ 2-ാമത്തെ സന്ദർഭം. 3-ാമത്തെ സന്ദർഭം 15-ാം അധ്യായം 7-ാം വാക്യം. നിത്യനായ ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം 4 ജീവികളൊന്ന് 7 ദൂതന്മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ 4 ജീവികളൊന്ന് ഇന്നത്തേക്ക് ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുക്കുന്നത്. അതിന്റെ അടുത്ത ഭാഗം സംഭവിക്കുന്നത് നിത്യനായ ദൈവത്തിന്റെ തേജസ്സും ശക്തിയും നിമിത്തം ദേവാലയം പുകം കൊണ്ട് നിറയുന്നതിനാൽ 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളം ദേവാലയത്തിൽ ആർക്കും പ്രവേശിപ്പാൻ കഴിയാതിരിക്കുന്ന 15-ാം 8-ാം വാക്യം. അതുകൊണ്ട് ആ സമയത്ത് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ വലുതും അത്ഭുതമായ മറ്റൊരടയാളമായി 7 ബാധകൾ 7 ദൂതന്മാരെ യോഹന്നാൻ സ്വർഗത്തിൽ ദർശിക്കുന്നതാണ് 15-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പം ഞാൻ വലുതും ഭയങ്കരമായ അത്ഭുതമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പൊ ഈ അടയാളം സ്വർഗത്തിൽ കാണുകയാണ്. അപ്പം സ്വർഗത്തിന്റെ ദൈവാലയം തുറന്ന് അത് ക്രമീകരിച്ച് പഠിക്കുക, മനസ്സിലാക്കുകയാണ്. എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷമായിട്ട് നമ്മളതിനെ ക്രമീകരിച്ച് രേഖപ്പെടുത്തുമ്പോൾ തുറന്നിരിക്കുന്ന സാക്ഷ്യകൂടാരം ദൈവത്തിന് നെയ്യപ്പെട്ട അവിടെ പ്രത്യക്ഷപ്പെടുന്നു. സാക്ഷ്യകൂടാരം ദൈവത്തിന് തുറക്കുന്ന നിന്ന് 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. അവർക്ക് 7 പൊൻകലശം കൊടുക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിമിത്തം അവിടേക്ക് പിന്നീട് ആർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. പിന്നീട് യോഹന്നാൻ ആകാശത്തിൽ ഇതിനെ കാണുകയാണ്. ഈ വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ വലുതും അത്ഭുതമായ മറ്റടയാളമായി 7 ബാധയുള്ള 7 ദൂതന്മാരെ
യോഹന്നാൻ സ്വർഗത്തിൽ ദർശിക്കുന്നത്. അപ്പോൾ 7 ക്രോധകലശവുമായി നിൽക്കുന്ന 7 ദൂതന്മാരെ കാണുന്നതാണ്. അതിൻ്റെ 7 ക്രോധകലശം ലഭിച്ചിരുന്ന 7 ദൂതന്മാരോടും ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്ന മഹാശബ്ദം ദേവാലയത്തിൽ പുറപ്പെടുന്നതാണ് 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. 3-ാമത്തെ കഷ്ടത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള അധ്യായ വാക്യ ക്രമീകരണങ്ങളാണ് ഇപ്രകാരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് ആലയം തുറന്ന് 7 ദൂതന്മാർ പുറപ്പെടുന്നത് മുതൽ അവർക്ക് ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ലഭിക്കുന്നവരുള്ള 4 കാര്യങ്ങളുടെ വ്യാഖ്യാനം ആണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവര് എങ്ങനെയാണ് ഈ ക്രോധകലശം ഭൂമി ചൊരിയപ്പെടുന്നത്, അതിന് മുന്നോടിയായി നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണമാണ് നാം ഈ പറയുന്ന ഭാഗങ്ങളോട് നമ്മൾ ചിന്തിച്ചത്. സ്വർഗത്തിലെ കാണുന്ന അടയാളങ്ങളിൽ 3-ാമത്തെ അടയാളമാണ് 15-ാമത്തെ 1-ാമത്തെ വാക്യം. അപ്പം നമുക്കറിയാം 2 അടയാളങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 12-ാം അധ്യായത്തിലെ അടയാളം, മറ്റൊരു അടയാളമായിട്ട് സാത്താനെ കാണുന്നു. 3-ാമത്തെ അടയാളമായിട്ട് കാണുന്നത് ഈ ദൂതന്മാരെയാണ്. 15-ാമത്തെ ഞാൻ വലുതും അത്ഭുതമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു, ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് സംഭവിച്ചു തീർന്നത്. അപ്പോൾ ഈ ദൈവക്രോധം തീർന്നു പറഞ്ഞുകൊണ്ട് 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിനോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ശേഷമായി ഈ തീ കലർന്ന പുനരുത്ഥാനത്തോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഈ 7 ക്രോധകലശം ഒഴിച്ചു കളഞ്ഞതിന് ശേഷമായിട്ട് മാത്രമേ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പിന്നീട് ആൾക്കാരെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം 1-ാമത്തെ പുനരുത്ഥാനം നടക്കുകയുള്ളൂ. അതുവരെയും 1-ാമത്തെ പുനരുത്ഥാനം നടന്നിട്ടില്ല. രക്തസാക്ഷികളുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ 15-ാമത്തെ 2 മുതൽ അതിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളിൽ 1-ാമത്തെ പുനരുത്ഥാന ബന്ധത്തിൽ ഉൾത്തുന്ന യഹൂദന്മാരുടെ ഇസ്രായേൽ 150 വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 7 ബാധയും കഴിയുവോളം അവിടേക്ക് ആരും പ്രവേശിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം കാണിക്കുന്നത് 1-ാമത്തെ പുനരുത്ഥാനം നിറവേറപ്പെടുന്നില്ലെന്നാണ്. അപ്പോൾ 1-ാമത്തെ പുനരുത്ഥാനം നിറവേറപ്പെടുന്നത് ഇതിന് ശേഷമാണ്. അതിൻ്റെ 7 ഇടിനാഥത്തിൽ മറിഞ്ഞിരിക്കുന്ന 7 ദിവസങ്ങളുടെ ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇപ്പം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമുക്ക് 3 വലിയ അടയാളങ്ങളെ അറിയാം. 12-ാം അധ്യായം 1 മുതൽ 2 വരെ സൂര്യൻ അടിഞ്ഞ സ്ത്രീയെക്കുറിച്ചതാണ്. മഹാസർപ്പത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ദിവസം 12 മുതൽ 3 വരെയുള്ള വാക്യം. ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരെ കുറിച്ചുള്ളതാണ് വെളിപ്പാട് 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിന് മഹാകോപം അഥവാ ദൈവക്രോധം അന്തിബാധ 7 7 ദൂതന്മാരുടെ ക്രോധകലശ ഭൂമി ചെരിയപ്പെടുന്നതോടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. കുഞ്ഞാട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടെയാണ് നാശകനായ ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ഭൂലോക വണ്ണത്തിലുള്ള മൗനാനുപതി ദൈവം കൊടുക്കുന്നത്. അതോടെ ആരംഭിക്കുന്ന ദൈവക്രോധം 7-ാമത്തെ കാഹളത്തിങ്കൽ നിറവേറപ്പെടുന്ന 3-ാമത്തെ വലിയ കഷ്ടതയിലെ 7 ക്രോധകലശങ്ങൾ ഒഴിക്കുന്നതോടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. 3-ാമത്തെ കഷ്ടം മറ്റൊരടയാളമായിട്ടാണ് യോഹന്നാൻ ഭൂമിയിൽ നിന്ന് ദർശിക്കുന്നത്. ഇപ്പം 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന് മൗനാനുമതി കൊടുക്കുന്നു. 7-ാമത്തെ കലശം ഒഴിക്കുമ്പോൾ സാത്താന്റെ ഭരണത്തിന്റെ അവസാനത്തെങ്കിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ 3 അടയാളങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലായി. വെളിപ്പാട് 3 അടയാളങ്ങൾ. 1 സൂര്യനടിഞ്ഞ സ്ത്രീയെക്കുറിച്ചുള്ള അടയാളം 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. മഹാസർപ്പത്തെക്കുറിച്ച് വെളിപ്പാട് ഉള്ള അടയാളമാണ് വെളിപ്പാട് 12-ാം അധ്യായം 3-ാം വാക്യം. 3-ാമത്തേതായി കാണിക്കുന്ന അടയാളം ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദേവദൂതന്മാരെ കുറിച്ചുള്ള അടയാളമാണ്. അപ്പോൾ 7 പൊൻകലശങ്ങളും ഭൂമിയിൽ ഒഴിച്ചു കളയുവാനുള്ള കൽപ്പന സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ 1-ാമത്തെ കലശം ഭൂമിയിൽ ഒഴിക്കുന്നതാണ്. പിന്നീട് 16-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 7 ക്രോധകലശങ്ങളെ വളരെ ചിട്ടയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആണ് 3-ാമത്തെ കഷ്ടമായിട്ടുള്ളത്. അത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ 7 മുദ്രയെക്കുറിച്ചും 7 കാഹളത്തെക്കുറിച്ചും മനസ്സിലാക്കിയ നാം 7-ാമത്തെ കാഹളത്തെക്കുറിച്ചുള്ള കാര്യം പഠിക്കുമ്പോൾ അത് സങ്കീർണമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ വിഷയം പൂർത്തീകരിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ളത് വളരെ സിമ്പിളായി പറയുമ്പോൾ അത് 7 ക്രോധകലശങ്ങളാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പാട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ചില വ്യാഖ്യാന ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വെളിപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ 7 ക്രോധകലശങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിലാണ് എന്നാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതിനു മുമ്പായി നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുന്ന കർത്താൻ 2-ാമത്തെ വരനെ വെളിപ്പെടുത്തുന്നു. തുറന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് 4 ദൂതന്മാർ പുറപ്പെടുന്നു. അവർക്ക് 7 പൊൻകലശങ്ങൾ 7 ക്രോധകലശങ്ങൾ കൊടുക്കുന്നു. അത്
അത് മൂന്നാമത്തെ അടയാളമായിട്ട് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടേക്ക് ഇത് ഒഴിച്ചു കഴിയുമ്പോഴും ആരും ദൈവാലയത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിനുശേഷമേ ഒന്നാമത്തെ പുനരുത്ഥാനം സംഭവിക്കുകയുള്ളൂ എന്നുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മുടെ ദൈവം വെച്ചാൽ നാളെ നമ്മൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ കഷ്ടമാകുന്ന 7 ക്രോധകലശങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീണെന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒന്നാമത്തൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കൃതമായ മനുഷ്യർക്ക് വല്ലാത്ത പ്രവണമുണ്ടായി. ദൈവനെ നാളെ ബാക്കി കാര്യം നമുക്ക് ചിന്തിക്കാം. രാത്രി കണ്ണുകടയ്ക്കാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വരാനുള്ള സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ ദൈവാത്മാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം അതുപോലെ തന്നെ വായിച്ചാൽ അത് മനസ്സിലാകത്തില്ല. അതിൻ്റെ അധ്യായവാക്യ ക്രമീകരണങ്ങളെ രേഖപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം അത് ഓരോന്നിനും ഉള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം എഴുതിക്കുന്ന ഒരൊറ്റ വാക്ക് പോലും വിട്ട് കളയാതെ, ഒരു വചനം പോലും വിട്ട് കളയാതെ അതിൻ്റെ ക്രമീകരണങ്ങൾ, വാക്യക്രമീകരണം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേറെ വേദപുസ്തകം എഴുതി വെളിപ്പാട് പുസ്തകം 404 വാക്യങ്ങളും നാം അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതുവരെയുള്ള പഠനം അത് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി കണ്ണിലടയ്ക്കാം. ഇതെല്ലാം സംഭവിക്കുമ്പോൾ 7 പൊൻകലശം, 7 ക്രോധം നിറഞ്ഞ 7 പൊൻകലശം എതിർ ക്രിസ്തുവിൻ്റെ അതിനുള്ള ബന്ധത്തിൽ അവസാന സമയത്തേക്ക് ഒഴിക്കപ്പെടാനുള്ള 7 ക്രോധശൽ എടുത്തു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ സഭയെ, ആദിയാത്മാരുടെ സഭയെ പ്രതിനിധീകരിക്കുന്ന 4 ജീവികൾ ഒന്നാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ക്രോധം സഹിച്ച്, കഷ്ടം സഹിച്ച്, ഭാരപ്പെട്ട് കത്താൻ വേണ്ടി നിന്നാൽ, ജയലുകളായി തീർന്നാൽ ഭൂമിയിൽ ചൊരിയപ്പെടുന്ന ആ അവസാനത്തെ ബാധ ഉള്ളത്, അത് എടുത്തു കൊടുക്കാനുള്ള അധികാരം നമുക്കാ ദൈവം നൽകാൻ പോകുന്നത്. അതുകൊണ്ട് നാം എത്ര വലിയ വിലയും ശ്രേഷ്ഠതയുള്ളവരാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നിശ്ചയമായിട്ടും കർത്താവിനോട് നാം സ്വർഗ്ഗാസനത്തിൽ എത്തുമ്പോൾ അവൻ്റെ ശുശ്രൂഷയ്ക്ക് നാം കൂട്ടവകാശിലായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദൈവം വരാൻ പോകുന്ന അവകാശം വലുതാണ്. അതുകൊണ്ട് ഈ താൽക്കാലികമായ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് വരാൻ പോകുന്ന വലിയ പദവിയെ ഓർത്തുകൊണ്ട് രാത്രിയിലും കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താം. അവൻ കഷ്ടം സഹിച്ച് അവൻ വാഴുവാൻ, അവനോട് കൂടെ ചേരുവാൻ വേണ്ടി ഭൂമി കഷ്ടം സഹിച്ച് നിൽക്കുന്നവരെ ചേർക്കുവാൻ യേശു കർത്താവ് വരുന്നു. നാം ചേർന്ന് കഴിഞ്ഞാൽ സ്വർഗീയ കാര്യങ്ങൾ, നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ പൊരുളായിട്ടുള്ള കാര്യങ്ങൾ നാം അത് വ്യക്തമായി അവനോട് ബന്ധപ്പെട്ട് നിൽക്കും. ഇതെല്ലാം സംഭവിക്കുമ്പോൾ നാമും അവനോടുകൂടെ കാണപ്പെടണം. അതിനു വേണ്ടിയാണ് കർത്താവിന്റെ പരിശുദ്ധമാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാം, ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മത്സരികളായിരിക്കുന്നവർ, ദൈവത്തിന് അകന്നു പോകുന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവാവസാനത്തെ ക്രോധം നിറഞ്ഞ 7 കലശം എടുത്തു കൊടുക്കുമ്പോൾ ഇവിടെ കഷ്ടം സഹിച്ച് തികഞ്ഞു തന്നവരാണ് ആ 7 ക്രോധ കലശങ്ങൾ ദൂതന്മാർക്ക് എടുത്തു കൊടുക്കുന്നത്. എത്ര വലിയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിനെ ഏൽപ്പിച്ച് പറയാം, അതെ കർത്താവേ, ഇവിടെ ഭൂമിയിൽ സുവിശേഷം അറിയിക്കുന്നത് മാത്രമല്ല, കഷ്ടം സഹിക്കുന്ന മാത്രമല്ല, ലോകത്തിന് വരാൻ പോകുന്ന, ലോകത്തെ ശിക്ഷിക്കാൻ പോകുന്ന സമയത്തും അവനോടുകൂടെ നിൽക്കാനുള്ള അധികാരവും പദവിയും ലഭിച്ചവരാണ് ദൈവസഭയുടെ ആഗോള സഭയിൽ നിന്ന് ജയാളികളെ തീരുന്നത്. അതുകൊണ്ട് ജയാളികളെ തീരുവാൻ ദൈവത്തിന് സമർപ്പിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.